ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 35ാമത്തെ ക്ലാസ്സിലേക്ക് ഈ 2025 നവംബർ മാസം 18-ാം തീയതി എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വന്യനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് തുടർന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ 34 ക്ലാസ്സുകൾ അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിച്ചു. നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മേലാൽ സംഭവിക്കാനുള്ളത് എന്നുള്ള വിഷയത്തോട് ആസ്പദമാക്കി ഇനി വിവേകത്തിൽ സംഭവിക്കാനിരിക്കുന്നത് കർത്താവ് മധ്യാകാശ പ്രത്യക്ഷതയാണ്. അതിനുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 12-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിപ്പാൻ ഇടയാത്തീർന്നത്. ഇതിൻ്റെ തുടർന്നുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് നാം പ്രവേശിക്കും. ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും തുടർന്നുള്ള അധ്യായങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ അതേക്കുറിച്ച് വിശദീകരിക്കത്തില്ല. കാരണം ഇവിടെ ഇപ്പം വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ എതിർക്രിസ്തുവിനെ കുറിച്ചും കള്ളപ്രവാചകനെ കുറിച്ചും വിശദീകരിക്കേണ്ട ചാപ്റ്ററുകളുണ്ട്. അതിനോടനുബന്ധമായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിലേക്ക് ഞാൻ പ്രവേശിക്കത്തില്ല. ഇപ്പോൾ 12-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, മർമ്മമായി പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ വിശകലനം മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതാത് സമയത്ത് അതിനോടുള്ള ബന്ധത്തിൽ ദൈവം അനുവദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നമ്മൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതായിരിക്കും എന്ന വിശേഷം ഓർപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പഠിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം അതിൻ്റെ സമയത്ത് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ സബ്ജക്റ്റിൻ്റെ ഏതൊക്കെയാണ് വിഷയങ്ങൾ എന്നുള്ള അവതരണമാണ് 12-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ അതിനുള്ള വിഷയങ്ങളെ നമ്മൾ ഓരോന്നും ഓരോ ചാപ്റ്ററുകളുടെ ബന്ധത്തിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇവിടെ 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ പഠനം നമ്മൾ നടത്താൻ ഇടയാത്തീർന്നു. അത് മീതെയുള്ള യെരൂശലേമാകുന്നു എന്നുള്ളത് വചനത്താൽ നാം സ്ഥാപിക്കുവാൻ കഥാകൃപ തന്നു. മറ്റ് ഒരുപാട് സംശയങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലുണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ ആധികാരികതയിലാണ് ഇത് മീതെയുള്ള യെരൂശലേമിനെ കാണിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ വചനപരമായിട്ട് തെളിയിപ്പാട്ടിടയാത്തുന്നത്. അതിൽ നമ്മൾ സൂര്യ ചന്ദ്ര നക്ഷത്ര ദേശങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അത് 3 പുനരുത്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതും നാം ചിന്തിപ്പാനിടയാത്തുന്നു. അതിൽ 3 പുനരുത്ഥാനങ്ങളെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, സൂര്യനെ അണിഞ്ഞിരിക്കുന്ന സ്ത്രീ, ചന്ദ്രൻ കാൽക്കീഴ്, 12 നക്ഷത്രമുള്ള കിരീടം തലയിൽ വെച്ചിരിക്കുന്നു. അത് 3 പുനരുത്ഥാനം. ഒന്ന്, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം, അതാണ് ആൺകുട്ടിയെ പ്രസവിക്കുന്ന മർമ്മമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 2 പുനരുത്ഥാനങ്ങൾ മർമ്മമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 2 പുനരുത്ഥാനങ്ങൾ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 20-ാം അധ്യായത്തിലെ 1-ാമത്തെ പുനരുത്ഥാനമെന്നും പിന്നീട് ആ അധ്യായത്തിൽ തന്നെ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തെക്കുറിച്ചും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പേര് രേഖപ്പെടുത്താതെ മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്ന 2 പുനരുത്ഥാനങ്ങൾ. ഇപ്പോൾ 1-ാമത്തെ പുനരുത്ഥാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് രക്തസാക്ഷികളാകുന്ന അഥവാ തല ഛേദിക്കപ്പെടുന്നവരുടെ പുനരുത്ഥാനമാണെന്നുള്ളത് 20-ാം അധ്യായം വായിക്കുന്നവർക്കത് മനസ്സിലാകും. അത് വളരെ വ്യക്തമാക്കി മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഈ ദൈവസഭയുടെ ആദിയാത്മാട് സഭ എടുക്കപ്പെടുന്നത് എപ്പോൾ, പഴയ നിയമത്തിൻ്റെ അബ്രഹാം ഉൾപ്പെടെ എടുക്കപ്പെടുന്നത് എപ്പോൾ എന്നുള്ളത് അറിയാൻ കഴിയാത്തത് കൊണ്ട് എല്ലാവരും അതിനെ മിക്കവാറും ആൾക്കാർ 1-ാമത്തെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ അതിനെ പഠിപ്പിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന കാരണം 12-ാം അധ്യായത്തെക്കുറിച്ചുള്ള പഠനം അത് വ്യക്തമാക്കാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള സാങ്കല്പികതകളിലേക്ക് ചിന്തിച്ചു പോകാൻ ഇടയാത്തുന്നത്. 1-ാമത്തെ പുനരുത്ഥാനം ആർക്ക് വായിച്ചാലും അത് മനസ്സിലാകും, അത് മണവാട്ടി സഭയുടെ പുനരുത്ഥാനമല്ല എന്നുള്ളത് വ്യക്തമാണ്. അതിലേക്ക് നമ്മൾ വരും. പക്ഷേ അതിനകത്ത് രേഖപ്പെടുത്തിയിരുന്ന യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതെ നിന്നവരെയും നെറ്റിയിലും കൈമയിലും അതിന് മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച 1000 ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരുടെ ശേഷമുള്ള 1000 ആണ്ട് കഴിവോളും ജീവിച്ചത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവിടെ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിന് ക്രിസ്തുവിന് പുരോഹിതന്മാരായ ക്രിസ്തുവിനോട് അവിടെ 1000 ആണ്ട് വാഴും. ഈ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ ഇവിടെ നമ്മൾ അവനോടുകൂടെ പുരോഹിത ശുശ്രൂഷയല്ല ചെയ്യുന്നത്, അവനോടുകൂടി രാജ്ഞപദത്തിലാണ് മണവാട്ടി സഭ എത്തുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ നമ്മളിവിടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ
രാജാവായിരിക്കുന്ന കർത്താവിൻ്റെ രാജ്ഞിയായിരിക്കും മണവാട്ടി സഭ. പുരോഹിതന്മാരുടെ ശുശ്രൂഷയല്ല ചെയ്യുന്നത്. അവിടെ വ്യക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുമായുടെ തല ഛേദിക്കപ്പെട്ട ആത്മാക്കളെയാണ് കണ്ടത്. വളരെ വ്യക്തമാണ്. അതിൽ നിന്ന് ഇത് എതിർക്രിസ്തുവിൻ്റെ പഠനത്തിൽ രക്തസാക്ഷികളാകുന്നവരാണെന്നുള്ളതും വളരെ വ്യക്തമാണ്. അത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ആത്മാക്കളെ കണ്ടു എന്ന് പറയുന്നതും ആ ആത്മാക്കൾ പുനരുത്ഥാനം പ്രാപിക്കുന്ന ബന്ധത്തിലാണ് 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്പഷ്ടമാണ്. അതിന് നിങ്ങൾ ഒന്നുകൂടി വായിച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനം ആരുടെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വേദപുസ്തകം വായിക്കുമ്പോൾ മുൻവിധി കൂടാതെ വായിക്കണം. നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വേണം വായിക്കാനായിട്ട്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം ഈ 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയും 20-ാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം വായിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമാണെന്നുള്ളത് വ്യക്തമാണ്. അപ്പം അന്ന് കണ്ട യാഗപീഠത്തിൽ 7 കാണുന്ന അതുവരെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ എതിർക്രിസ്തുവിൻ്റെ പഠനത്തിൽ രക്തസാക്ഷികളാകുന്ന 2 കൂട്ടരുണ്ടെന്നുള്ളതും അതിൽ തലഛേദിക്കപ്പെടുന്നവരും അതുപോലെ തന്നെ യേശുവിൻ്റെ സാക്ഷ്യം വേദവും ദൈവവചന നിമിത്തവും തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയും അതിൻ്റെ. അപ്പോൾ ഇവിടെ 2 കൂട്ടരുണ്ടെന്നുള്ളത് മനസ്സിലാക്കി സഹോദരന്മാരും സഹവൃത്യന്മാരും എന്നുള്ള നിലവാരത്തിലുള്ള അവസ്ഥയിലേക്കാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം രക്തസാക്ഷികളാകുന്ന അഥവാ തലഛേദിക്കപ്പെടുന്നവരുടെ പുനരുത്ഥാനമാണ് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം പലയിടത്തും ഭീകര പ്രവർത്തികൾ മുഖാന്തരമായി ആൾക്കാരുടെ തല ഛേദിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. അത് പല സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അത്ര ഭീകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകത്തിൽ ചില സംഭവം നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അന്ന് എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷികളെയും ഇസ്രായേലിൻ്റെ എണ്ണി വെച്ചിരിക്കുന്ന 144,000 പേരെയും അവരെ 144. ഇപ്പോൾ ഇവിടെ പലരും പഠിപ്പിക്കാൻ പോകുന്നത് ചുമന്ന കാളയുടെ ചാരം കണ്ടുപിടിക്കാനും യെരൂശലേമിന്റെ പള്ളി പണിയുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ പഠനമൊക്കെയാണ് പോകുന്നത്. എന്നാൽ ദൈവം കരുതിയിരിക്കുന്നത് അവിടെ ചുവന്ന പശുവിനെ അവർ ചുട്ട് ഭസ്മം ഉണ്ടാക്കിയോ അതിൻ്റെ പണികളൊക്കെ അവർ ചെയ്തോളും. എന്നാൽ കർത്താവ് ചെയ്യുന്നത് 144,000 പേരെ ഇപ്പോൾ കർത്താവ് ഇന്ന് വന്ന് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നടക്കേണ്ടത് ചുരുങ്ങിയ 3.5 വർഷത്തിനുള്ളിൽ നടക്കേണ്ട കാര്യം, 7 വർഷത്തിൽ നടക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ഒരു തലമുറയെ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഒരു ചുവന്ന പശുവിനെ അല്ല ദൈവം വളർത്തിക്കൊണ്ടുവരുന്നത്. ഇസ്രായേലിൻ്റെ 144,000 പേര്, ഓരോ ഗോത്രങ്ങളിൽ നിന്ന് 12,000 പേരെയുള്ള കർത്താവിന് വേണ്ടി അന്ന് പഴയ നിയമത്തിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ന്യായപ്രമാണത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി തലഛേദിക്കപ്പെടാൻ വേണ്ടി ദൈവം വളർത്തിക്കൊണ്ടുവരുന്ന 144,000 ഉണ്ട്. അത് ഓരോ ഗോത്രങ്ങളിൽ നിന്ന് 12,000 പേര് വെച്ച് കാണും. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകത്തില്ല, കൂടത്തുമില്ല. അന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷത്തിനുള്ളിൽ ഏകദേശം 3.5 വർഷം കഴിയുമ്പോൾ മകോദ്രവം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം എതിർക്രിസ്തുവിൻ്റെ ഭരണമാണ്. അപ്പോൾ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ വരുമ്പോൾ തന്നെ തുടങ്ങുന്നത് കൊന്നുകളഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവൻ പിന്നീട് 3 വർഷം കിരാതമായ ഭരണത്തിൽ അനേകർ തലഛേദിക്കും, ദൈവം അനുവദിച്ചു കൊടുക്കും. അന്ന് എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം പോലെ സുവിശേഷത്തിന് വേണ്ടി അനേകർ അന്ന് രക്തസാക്ഷികളായിത്തീരും. അതുപോലെ തന്നെ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് 144,000 പേരെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വെച്ച് ദൈവം അന്ന് അവരും രക്തസാക്ഷികളായി തീരാൻ വേണ്ടി അനുവദിക്കും എന്നുള്ളത് അവരുടെ പുനരുത്ഥാനമാണ്, ഒന്നാമത്തെ പുനരുത്ഥാനം. ഇനി ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ദയവായിട്ട് എന്നെ പേഴ്സണലി വിളിക്കാം. ഞാൻ അത് സംബന്ധമായിട്ടും ഒരു പുനരുത്ഥാനങ്ങളെക്കുറിച്ച് തന്നെ ഒരു ക്ലാസ് തന്നെ ദൈവം എടുക്കുന്നതായിരിക്കും. സംശയമായി ഇപ്പോൾ ഇതിനകത്ത് എല്ലാം കൂടെ എടുത്തു പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മൾ എഴുതിയ പുസ്തകമുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മനുഷ്യൻ പ്രാണനായി വിട്ടാൽ പിന്നെ അവനെവിടെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യം എഴുതിയിട്ടുണ്ട്. അത് ഇതിനകത്ത് എടുത്ത ആ വിഷയം ഇപ്പോൾ എടുത്ത് മുഴുവൻ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം അല്ല, മണവാട്ടി സഭയുടെ പുനരുത്ഥാനം. അതിനെക്കുറിച്ച് മർമ്മമായിട്ട് രഹസ്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ആണ് ഇവിടെ കണ്ടത്. 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ പ്രസവിക്കുന്നതും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതുമാണ് മണവാട്ടി സഭയുടെ പുനരുത്ഥാനവും രൂപാന്തരവും എടുക്കപ്പെടലും എന്നുള്ളത്
നമ്മളത് മനസ്സിലാക്കിയപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന വിശുദ്ധന്മാരുടെ സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ളവരുടെ 3 പുനരുത്ഥാനങ്ങളെയാണ് ഈ മീതെയുള്ള യെരൂശലേം എന്ന സ്ത്രീ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മീതെയുള്ള യെരൂശലേമിൽ ഉൾപ്പെടുന്നവർ മാത്രമേ പുതിയ യെരൂശലേമിൽ കാണത്തുള്ളൂ. അപ്പോൾ പുതിയ യെരൂശലേമിനെ എത്താനുള്ളവരുടെ, പുതിയ യെരൂശലേമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ ജീവനുള്ള കല്ലുകളായി തീരാനുള്ളവരെ, ആത്മാക്കളെ ഭൂമിയിൽ നിന്ന് ദൈവം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ മന്ദിരത്തിന്റെ കല്ലുകൾ ആകുന്ന, അടിസ്ഥാന കല്ലായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേരുവാൻ, മന്ദിരത്തിന്റെ ഭാഗമായി തീരുവാനുള്ളവരുടെ എണ്ണം തികഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പുനരുത്ഥാനം, രൂപാന്തരവും നടന്ന് ആ പ്രക്രിയ വേഗത്തിൽ നടക്കും. അത് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് 12-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒന്ന് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഈ വിഷയത്തിന് യേശുവിൻ്റെ അമ്മ മറിയ യേശുവിനെ പ്രസവിച്ചതിനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലേ? ഇല്ല. കാരണം യേശുവിൻ്റെ അമ്മ പ്രസവിച്ചതും യേശു 33 വർഷം ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടാണ് കർത്താവ് ക്രൂശിതനായത്. അതിനുശേഷം 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേറ്റത്. അതിനുശേഷം 40 ദിവസം കഴിഞ്ഞാണ് കർത്താവ് തേജസ്സിലെടുക്കപ്പെട്ടത്. ഇവിടെ ഏകദേശം 33 വർഷം കഴിഞ്ഞിട്ടാണ് കർത്താവ് എടുക്കപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൺകുട്ടിയെ പ്രസവിച്ചു, കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്ക്, അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അതാണ് കണ്ണിമിക്കുന്നിടയിൽ എടുക്കപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതല്ല. അത് തന്നെയല്ല, സംഭവിച്ച കാര്യത്തെ സംഭവിപ്പാനുള്ള കാര്യത്തിന്റെ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഒരിക്കലും ഇനി സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മേലാൽ സംഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ ടീച്ചിങ് പൊതുവേ ഉള്ളത്, നമ്മൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നത് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ്. കാരണം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും, ഇത് കേൾക്കുന്നവരും പഠിച്ചിട്ടുള്ളവരും ഒക്കെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് ഈ ചിന്തഗതി ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞാനത് ആവർത്തിച്ച് പിന്നെയും മായ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എനിക്കറിയാം പലരുടെയും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലെന്ന് എനിക്കറിയാം. അതിൻ്റെ ആത്മാവിൽ തെളിവായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ഇത് എന്താണെന്ന് 12-ാം അധ്യായത്തിന്റെ ആധികാരികത വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവിൽ താല്പര്യപ്പെടുന്നത്. രണ്ടാമത്തെ വിഷയം, പലരും പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ് പറയുക. കാരണം സൂര്യചന്ദ്രൻ നക്ഷത്രങ്ങൾ പറയുമ്പോൾ അവിടെ 11 നക്ഷത്രങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 12 നക്ഷത്രമുണ്ട്. അത് തന്നെയല്ല, ഒരു ദർശനം 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത് വേഗത്തിൽ സംഭവിക്കും എന്നുള്ളതിന് തെളിവാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട അത്. 41-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഫറവോൻ 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ആ ദർശനം പെട്ടെന്ന് നിവൃത്തിയിരിക്കപ്പെടുന്നുള്ളതാണ്. അപ്പോൾ ജോസഫ് കണ്ട ദർശനം അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് അത് നിവൃത്തിയിരിക്കപ്പെട്ടു. അത് സംഭവിച്ച കാര്യമാണ്. ഇനി അതിനുമായിട്ട് ഇസ്രായേലുമായിട്ടൊരു ബന്ധം, ഇസ്രായേലിനോട് ബന്ധം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സ്ത്രീക്കകത്തൊരു ഭാഗമാണ് ഇസ്രായേൽ. അത് 144,000 അവരെ ഉൾപ്പെടുന്നതായിരിക്കും. അവര് എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ തലഛേദിക്കപ്പെടാനുള്ളവരാണ്. അവരാണ് കിരീടമായിട്ട് നിൽക്കുന്നത്. 12 കിരീടങ്ങൾ. ഇതാണ് പുതിയ യെരൂശലേമിന്റെ 12 ഗോപുരങ്ങളായിട്ട് വരുന്നത്. ആ ഗോപുരങ്ങളിൽ ഉൾപ്പെടാനുള്ളവരുടെ എണ്ണത്തെ, അവരുടെ പുനരുത്ഥാനത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന 12 നക്ഷത്രങ്ങളുള്ള കിരീടത്തെ കാണിച്ചത്. അപ്പോൾ പുതിയ യെരൂശലേമിന് 12 ഗോപുരങ്ങളുണ്ട്. 12 ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരും അതിൽ എഴുതിയിട്ടുണ്ട്. 21-ാം അധ്യായം വായിച്ചാൽ മതി. അപ്പോൾ ആ ഗോപുരം, ഇപ്പോൾ സ്ത്രീയുടെ തലയിലിരിക്കുന്ന കിരീടം, അത് ഗോപുരങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ആത്മാവിൽ ദർശിക്കണം. ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞുള്ളത്, നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ തന്നെ ഇത് മനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കണം. വരാൻ സ്വർഗത്തിൽ നിന്ന് പണിതടക്കുന്ന പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ വരണം. നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരു സ്കെച്ചോ അല്ലെങ്കിൽ വിഷനോ കാണിക്കുന്ന പോലെ തന്നെ ഇപ്പം അത് കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഇത് കാണുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗോപുരങ്ങൾ, പണിതിറങ്ങുന്ന പുതിയ യെരൂശലേമിൽ 12 ഗോപുരങ്ങളുണ്ട്. അതിൽ 12 ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവരുടെ തലയിൽ 12 നക്ഷത്രങ്ങളുള്ള ബന്ധത്തിലുള്ള കിരീടത്തെക്കുറിച്ച് കാണിച്ചിരിക്കുന്നത്. ഇപ്പം നക്ഷത്ര ശോഭ എന്നുള്ളത് അത് പഴയ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന തേജസ്സാണെന്ന് നമ്മൾ തേജസ്സോട് ബന്ധം പഠിക്കാനിടയായി തീർന്നു. അപ്പോൾ തേജസ്, അപ്പോൾ ആ ഗോപുരങ്ങളോട് ബന്ധത്തിലുള്ള വിഷയം
അത് ഒന്നാമത്തെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനാണ് 12 നക്ഷത്രങ്ങളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 12 നക്ഷത്രങ്ങളുള്ള ബന്ധത്തിൽ കിരീടത്തെ വെച്ചിരിക്കുന്നത്. കിരീടം എവിടെയാണ് കാണുന്നത്? അത് അത് കാണപ്പെടുന്നത് പുതിയ യെരൂശലേമിൽ ഗോപുരങ്ങളോടുള്ള ബന്ധത്തിൽ കാണപ്പെടും. നിങ്ങൾക്ക് ആ പിക്ചർ ഒന്ന് കാണാൻ പറ്റുമോ? സ്വർഗത്തുനിന്ന് ദൈവം പണിതിറക്കുന്ന മീതെയുള്ള യെരൂശലേമിനെ കുറിച്ച് വായിച്ചുള്ള ഭാഗം ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമോ? ആ നഗരത്തിന്റെ മതിൽ കാണാൻ പറ്റും. മതിലിന്റെ മുകളിലായി 12 ഗോപുരങ്ങളുണ്ട്. 12 ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. എന്നാൽ അതിൽ മന്ദിരം കണ്ടില്ല എന്ന് പറയുമ്പോൾ മന്ദിരം അതിലുണ്ട്. കർത്താവും കുഞ്ഞാടുമായവൻ അതിന്റെ മന്ദിരമാകുന്നു. അപ്പോൾ മന്ദിരമുണ്ട്, നഗരമുണ്ട്, മതിലുണ്ട്, മതിലിന് മുകളിൽ ഗോപുരങ്ങളുണ്ട്. ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആരൊക്കെയാണ് പുതിയ യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പക്ഷെ അല്ലാതെ സാധാരണ ഒരു ചിന്തയിൽ നമ്മൾ ഇവിടെ ജീവിച്ചു, മരിച്ചു കഴിയുമ്പോൾ നരകത്തിൽ പോകുന്നു, സ്വർഗത്തിൽ പോകുന്നു, പിന്നെ എന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും ആർക്കും അത്ര കാര്യമായിട്ട് അറിയത്തില്ല. അത് എന്നാൽ നിത്യത്തിൽ എവിടെയാകുന്നു നാം എന്നുള്ളത് വചനം വളരെ വ്യക്തത നൽകുന്നുണ്ട്. എവിടെയാകുന്നു എന്നുള്ളത്, നമ്മുടെ സ്ഥാനം എവിടെയാകുന്നുള്ളത്. അപ്പോൾ സ്വർഗീയദേശത്ത് പ്രാപിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ 144,000 പേർക്ക് അവർക്ക് ഒരിക്കലും 144,000 പേർക്ക് ഒരിക്കലും അവർക്ക് മന്ദിരത്തിന്റെ ഭാഗം പറ്റത്തില്ല. അവർക്ക് മതിലിന്റെ ഭാഗമാകാൻ പറ്റത്തില്ല. അവർക്ക് ഒരിക്കലും നഗരത്തിന്റെ ഭാഗമാകാനും പറ്റത്തില്ല. എന്നാൽ അവരുടെ ഭാഗം കിരീടം പോലെ ശോഭിക്കുന്ന ഗോപുരങ്ങളുള്ള ബന്ധത്തിലായിരിക്കും അവർക്കായിരിക്കുന്നത്. അതിനകത്ത് ഒരൊറ്റ ആൾ പോലും ഇപ്പോൾ ആയിട്ടില്ല. അത് ഉണ്ടാകാൻ പോകുന്നത്, അതിൻ്റെ അകത്ത് 144,000 പേര് ആകാൻ തുടങ്ങുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണസമയത്തിന് 3.5 വർഷത്തിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇതിനു മുമ്പ് തലചേദിക്കപ്പെടുകയോ അല്ലെങ്കിൽ രക്തസാക്ഷികളാകുന്ന അവരെയല്ല. നമുക്കറിയാം, നാസിയുടെ സമയത്ത് ഹിറ്റ്ലറൊക്കെ കൊന്നുകളഞ്ഞ ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഇതിനകത്ത് വരുന്നത്. അങ്ങനെയുള്ള രക്തസാക്ഷികളല്ലേ ഉൾപ്പെടുത്തുന്നത്. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്യുന്ന, അഥവാ അഗ്നി കൊണ്ടുള്ള അഭിഷേകം ചെയ്ത് നിർത്തുന്ന ഇസ്രായേലിന്റെ 144,000 പേരുണ്ട്. അവരുടെ മേലാണ് തീ കൊണ്ടുള്ള അഭിഷേകം പകരപ്പെടുന്നത്. അത്തിമേൽ അവരുടെ മേലാണ് ദൈവത്തിന്റെ തീ കൊണ്ടുള്ള അഭിഷേകം അവിടെ ഇസ്രായേലിന്റെ മേലാണ് പകരപ്പെടുന്നത്. അപ്പോൾ അവരെയാണ് ഭൂമിയുടെ ആദിഫലമായിട്ട് എടുക്കുന്നത്. ഈ ഒരു കാര്യം വചനപരമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പ്രധാനപ്പെട്ട സംശയത്തിന് വിരാമം കുറിക്കാൻ സാധിക്കും. ഇവര് ആരാണെന്നുള്ളതിന്റെ വ്യക്തത മനസ്സിലാക്കി ആരുടെ മേലാണ് അഗ്നി കൊണ്ടുള്ള സ്നാനം പകരുന്നത്. കാരണം എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ അവരെ പിടിച്ചു നിർത്തുവാൻ, അവരെ രക്തസാക്ഷിത്വം വരിക്കുവാൻ വേണ്ടി ദൈവം പകരുന്നതാണ് തീ കൊണ്ടുള്ള അഭിഷേകം. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സഭയോടല്ല പറഞ്ഞത്. സഭയോട് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുന്ന പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. ജലസ്നാനവും പരിശുദ്ധാത്മാവ് സ്നാനവുമാണ് ദൈവസഭയ്ക്കുള്ളത്. അതല്ലാതെ അഗ്നിസ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞപ്പോൾ, എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ നിങ്ങളെ ആരെയാ? സാനോട് പറഞ്ഞു, നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീ കൊണ്ടും അഭിഷേകം ചെയ്യും. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ സ്ഥാപിതമായപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ ദൈവസഭ സ്ഥാപിതമായപ്പോൾ ഇസ്രായേലിലുള്ള യഹൂദന്മാരിൽ നിന്നാണ് 3000 പേരും അങ്ങനെ അനേകര് എണ്ണിക്കൂടാത്ത ആൾക്കാർ അന്നവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് ലോകത്തെ എല്ലാ ഭാഗത്തേക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് പകർന്ന പരിശുദ്ധാത്മാവിന് മീതെ ഒരു അഭിഷേകമില്ല. ആര് പാടിയാലും വെറുതെ പാടാവുന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന് മീതെയുള്ളൊരു ശക്തിയില്ല. പരിശുദ്ധാത്മാവ് ദൈവിക തൃത്വത്തിന്റെ സമർത്ഥമുള്ള ദൈവമാണ്. ആ അഭിഷേകമാണ് ലോകത്ത് ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിൽ നിങ്ങൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകമാണ്. അതിനപ്പുറമായിട്ടൊരു അഭിഷേകം ഇല്ല, ഒരു ശക്തിയില്ല. എന്നാൽ ഇസ്രായേലിൽ നിന്ന് 144 അവർ യേശുവിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ അവർക്കും സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയില്ലാതെ പറ്റത്തില്ല. അപ്പോൾ അവരെ ശക്തീകരിക്കാൻ വേണ്ടി ഇപ്പോൾ അതിനു മുമ്പുള്ള കുറച്ച് പേര് മരിച്ചു പോകുന്നുണ്ട്. അവരെയും കർത്താവാണ് അംഗീകരിച്ചു കൊണ്ടുപോകുന്നത്. അവർക്കതുകൊണ്ടാണ് വെള്ള നിലയും കൊണ്ട് കൊടുക്കുന്നത്. ഇവരെ അംഗീകരിക്കുകയാണ്. കുഞ്ഞാടിന്റെ ശുദ്ധീകരണമില്ലാതെ ഒരൊറ്റ എണ്ണത്തിന് പോലും പിതാവിൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. അപ്പോൾ ഈ സ്വർഗീയദേശം പ്രാപിക്കുന്നവർക്ക് മാത്രമേ പിതാവിൻ്റെ അടുക്കൽ ചെല്ലാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 144,000 പേരെ എതിർ ക്രിസ്തുവിന്റെ സമയത്ത് രക്തസാക്ഷികളാകാൻ വേണ്ടി
ദൈവം അവിടെ മേൽ പകരുന്നതാണ്. യാഗപീഠത്തിലെ കനൽ നിറച്ച് ഒരു ദൂതൻ അവിടുന്ന് താഴേക്കിടുമ്പോൾ ഇത് വന്ന് ഈ അഭിഷേകം വീഴുന്നത് അത് ഇസ്രായേലിന്മേൽ രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി ദൈവം എണ്ണി നിർത്തിയിരിക്കുന്ന 144,000 അഥവാ എത്ര പേരാണോ അവരുടെ മേലാണ് അഭിഷേകം പകരുന്നത്. അവര് ആ അഭിഷേകമാണ് തുടർന്ന് പിന്നീട് വ്യാപരിക്കുന്നത്. അത് യാഗപീഠത്തിലെ തീയാണ്. ഞാനത് പിന്മഴ എന്നുള്ള പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര വായിച്ചത് എനിക്കറിയത്തില്ല, നിങ്ങൾക്കത് വായിച്ചത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്മഴ എന്നുള്ളത് നമ്മുടെ മേൽ പകരുന്ന എല്ലാം മുൻമഴയാ അനുഗ്രഹസമ്പൂർണമായിരിക്കുന്ന ദൈവസഭയുടെ മേൽ പിന്മഴ അയക്കത്തില്ല, പിന്മഴ അയക്കേണ്ട ആവശ്യമില്ല. അത് അയക്കുന്നത് ഇസ്രായേലാകുന്ന 144,000 മേലാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും പിന്മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. പിന്മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സക്രിയ പറഞ്ഞിരിക്കുന്നത് പിന്മഴയുടെ കാലത്ത് പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പീൻ, യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. പിന്മഴയുടെ കാലം ഏതാണ്? ഇപ്പോഴാണോ? ആര് പറഞ്ഞു ഇപ്പോഴാണെന്നുള്ളത്? പിന്മഴയുടെ കാലം 2000 വർഷം കഴിഞ്ഞ് പിന്മഴയുടെ കാലമാണെന്ന് ആരാ പറഞ്ഞത്? അല്ല, ഇത് യഹൂദിനോട് പറയുകയാണ്, ഇസ്രായേലിനോട് പറയുകയാണ്, പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിപ്പീൻ. അവരോട് മുൻമഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറഞ്ഞില്ലല്ലോ? പറഞ്ഞു. വചനത്തിന് തെറ്റ് പറ്റത്തില്ല. എന്തുകൊണ്ട് അവരോട് മുൻമഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറഞ്ഞില്ല? സക്രിയ പ്രവചനം പറഞ്ഞില്ല. പിന്മഴയുടെ കാലത്ത് മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പീൻ. വചനം വളരെ വ്യക്തമാണ്. എന്നാൽ നമ്മളോട് പിന്മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ മേൽ പറഞ്ഞിരിക്കുന്ന മുൻമഴയാകുന്ന പരിശുദ്ധാത്മാഭിഷേകം. ഇതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കാനും പാടാനും ഒക്കെ. ആരെങ്കിലും എഴുതി വെക്കുന്ന പാട്ട് അങ്ങ് പാടിപ്പോകരുത് കേട്ടോ. അത് ആത്മീയതയുള്ളതാണോ? അത് വചനമായിട്ട് പൊരുത്തപ്പെട്ടതാണോ? അഗ്നി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പാടുന്നുണ്ട്. പാടുന്ന ട്രംസെറ്റും മ്യൂസിക്കും എല്ലാം അടിച്ച് ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് കഴിയുമ്പം നിന്ന് ആൾക്കാരൊന്നും തുള്ളും, അത് ശരിയാ. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയല്ല അവിടെ വ്യാപരിക്കുന്നത്. ദൈവവചനപ്രകാരമുള്ള ദൈവത്തെ അംഗീകരിക്കും, ദൈവം നോക്കത്ത് പോലുമില്ല. അപ്പം അത് സംഭവിക്കേണ്ടത് പിന്മഴയുടെ കാലത്താണ്. ആ കാലം എന്നാണ്? എതിർ ക്രിസ്തുവിൻ്റെ ഭരണസമയമാണ് ആ കാലം. അന്നാണ് അവർ യാചിക്കുന്നത്, അവർ അപേക്ഷിക്കും. അവരുടെ മേൽ ദൈവം അയക്കുന്നതാണ് യാഗപീഠത്തിലെ തീ കൊണ്ടുള്ള അഭിഷേകം. അവരുടെ മേൽ പകരും. ഇപ്പോൾ അതായത് കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ആ യാഗപീഠത്തിന്മേൽ അവിടെ ജീവന്റെ സൗരഭ്യവാസന പകർന്നിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു യാഗമാറ്റി നിന്ന് കഴിഞ്ഞപ്പോഴാണ് യാഗപീഠത്തിന്റെ കനലിൻ്റെ അകത്ത് ആ സ്വർഗത്തിൽ ജീവന്റെ സൗരഭ്യവാസന പകരുന്നത്. ആ കനലാണ് ക്രിസ്തുവിൻ്റെ ജീവന്റെ സൗരഭ്യവാസന, രക്തത്തിന്റെ സൗരഭ്യവാസനയുള്ള കനലുകൊണ്ടാണ് ഇസ്രായേലിൻ്റെയും ദൈവം ശുദ്ധീകരിച്ച് 154 ശുദ്ധീകരിച്ചെടുക്കുന്നത്. ഞാനിത് പറഞ്ഞു പോകുന്നത് വലിയ ഒരു ചിന്താഗതി മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ എത്ര പ്രാവശ്യം ജോസഫ് കണ്ട സ്വപ്നമല്ല അത്, ചന്ദ്രൻ സൂര്യൻ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞ് ആരും അങ്ങോട്ട് ഉൾക്കൊള്ളത്തില്ല. നീ ഇപ്പോഴും ഉൾക്കൊള്ളുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിത് എനിക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാടിൽ അത് വെളിപ്പെടുത്തി പോകുമ്പോൾ എനിക്കറിയാം 10 പേരിൽ ഒരാൾക്കെങ്കിലും ഇത് തലയ്ക്കകത്ത് കയറും എന്നുള്ളത് എനിക്കറിയാം. 9 പേര് റിജക്റ്റ് ചെയ്തോട്ടെ, പക്ഷെ ഒരാൾക്കെങ്കിലും ഈ സത്യവചനത്തിന് സത്യം മനസ്സിലായി കഴിഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഇത് ഇസ്രായേലിനെ കുറിച്ച് ഈ ഇവിടെ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന ശ്രീ ഇസ്രായേലിനെ അല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത്, മീതെയുള്ള യെരൂശലേമിനെയാണ്. എന്നാൽ യഹൂദന്മാർ ഇസ്രായേലിൽ നിന്ന് 144,000 വെളിപ്പെടുത്തുന്നതാണ് അവളുടെ തലയിലിരിക്കുന്ന കിരീടം. അത് ഗോപുരങ്ങളോടുള്ള ബന്ധത്തിലുള്ളതാണ്. അത് ഇസ്രായേലിൻ്റെ തല ഛേദിക്കപ്പെടുന്നവരാണ്. അത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ അവർ തല ഛേദിക്കപ്പെടും. അത് 144,000 പൗണ്ടായിരിക്കും. ആ ഒരു ഗണത്തിൽപ്പെടുന്നവരാണ് ഗോപുരങ്ങളായിട്ട് പുതിയ യെരൂശലേമിൻ്റെ ഭാഗമായിത്തീരുന്നത്, അതിൻ്റെ മന്ദിരത്തിൻ്റെ ഭാഗമായി. ഇപ്പം ഏകദേശം ഇസ്രായേലിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ല. പിന്നെ ചിലർ പഠിപ്പിക്കുന്ന 144,000 ആദിഫലമാണ്, ഒരു മണവാട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പഠിപ്പിക്കുന്നവരുണ്ട്. സ്ത്രീകളോട് മാലിന്യപ്പെടാതിരിക്കുന്നതെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാത്തവരൊക്കെ ഉണ്ട്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളവർ ഇതുമായിട്ട് ബന്ധം, സ്ത്രീകളോട് അത് വിവാഹം കഴിക്കാതിരിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ പത്രോസിനൊന്നും ഈ ഭാഗത്ത് വരാൻ പറ്റത്തില്ല. പത്രോസ് അപ്പോസ്തലൻ വിവാഹിതനായിരുന്നു. അതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാർ അവരെല്ലാം
വിവാഹിതർ. അപ്പം അങ്ങനെ ഒരു പ്രത്യേക അല്ല, സിയോൺ സംഘമാണെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ല, അതല്ല, അങ്ങനെ ഒരു ഇതല്ല. 550,000 അല്ല. അങ്ങനെയാണ് എത്രയോ എണ്ണം തേഞ്ഞു പോയേനെ. 2000 വർഷം വരെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആ അത് ചിന്താഗതി തെറ്റാണ്. പിന്നെ ആരാണ് ഈ ആൺകുട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ സ്ത്രീ എന്നുള്ളത് ഇസ്രായേലിനെ കാണിക്കുന്നില്ല, യേശുവിൻ്റെ അമ്മ മറിയെ കാണിക്കുന്നില്ല, സിയോൻ സംഘത്തെ അല്ല കാണിക്കുന്നത്. ഈ സ്ത്രീ കാണിക്കുന്നത് 3 ആത്മീയ മണ്ഡലങ്ങളിലുള്ളവരെ വെളിപ്പെടുത്തുന്നു. സൂര്യചന്ദ്ര നക്ഷത്ര ദേശമുള്ളവരെ വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നക്ഷത്രങ്ങൾ വ്യത്യസ്തതയുള്ള 140,000 വെളിപ്പെടുത്തുന്നു. 4 ഗ്രൂപ്പുകളെ വെളിപ്പെടുത്തുകയാണ്. അവിടെ വെളിപ്പെടുത്തുമ്പോൾ പുനരുത്ഥാനത്തിൽ ഇവർക്ക് 3 പുനരുത്ഥാനങ്ങളുടെയാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത്. മരിച്ചു വീഴുന്ന പുനരുത്ഥാനമാണ് ആദിജാതന്മാരുടെ സഭയുടെ പുനരുത്ഥാനം. അപ്പോൾ ഈ സ്ത്രീ പ്രസവിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന സന്ദർഭമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ മറ്റൊരു മർമ്മം കൂടി പറയാം. ഇതുവരെ ആരും തന്നെ സ്വർഗത്തിൽ പിതാവിൽ എത്തിയിട്ടില്ല. നമുക്കറിയാം, ആദ്യം എവറസ്റ്റ് കയറി കാലുകുത്തിയ മനുഷ്യനെക്കുറിച്ച് ചരിത്രത്തിനറിയാം. ചന്ദ്രന് കാലുകുത്തിയവരെ പറയും, ഓ എത്ര കഴിവുള്ളവനാണ്, മിടുക്കനാണ് ചന്ദ്രന് കാലുകുത്തിയത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളും കൈയടക്കുമ്പോൾ അവർ ചെല്ലുമ്പോൾ അവരായിരിക്കും അതിനകത്തെ ആദ്യത്തെ ആൾക്കാർ. എന്നാൽ ഇന്നു വരെയും സ്വർഗത്തിൽ ഒരു മനുഷ്യൻ പോലും പ്രവേശിച്ചിട്ടില്ല. ഒരൊറ്റ മനുഷ്യൻ പോലും പ്രവേശിച്ചിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു മനുഷ്യനായി വന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു. മനുഷ്യന് അനുഭവിക്കുന്ന പാപമൊഴിയെ എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നുപോയ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. അവൻ മനുഷ്യനായി വന്നതുകൊണ്ടാണ് മരിച്ചത്, നമ്മെപ്പോലെ മരിക്കാൻ കഴിഞ്ഞത്. അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യത്തിനാണ്. മരണമവൻ ആസ്വദിച്ചു. എന്തിനു വേണ്ടി ആസ്വദിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താ? മരണത്തെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു നല്ല കാര്യത്തിന് വേണ്ടി അതിനെ കഷ്ടതയാണെങ്കിൽ അതിനെ സ്വീകരിക്കുന്നതിനാണ് ആസ്വദിക്കുക എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി കഥ മരണത്തെ ആസ്വദിച്ചത് നമ്മെ പ്രസവിച്ചെടുക്കുവാൻ, സ്വർഗത്തിലേക്ക് എത്തിച്ചേരേണ്ട, സ്വർഗീയ തേജസ് പ്രാപിക്കേണ്ടവരെ അവിടെ എത്തിക്കാൻ വേണ്ടിയാണ്. അതുപോലെ പൊതുവാനുഭൂമിയിലേക്ക് പ്രവേശിക്കുക. അപ്പം ദൈവത്തോട് ചേരാനുള്ള, നിത്യതയിൽ കാണപ്പെടാനുള്ളവരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് യേശു മരണത്തെ ആസ്വദിച്ചത്. മരണത്തെ ആസ്വദിച്ചത് അതിനു വേണ്ടിയാണ്. കാരണം അവൻ മുമ്പിൽ കണ്ട സന്തോഷമോർത്തുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ കഷ്ടം സഹിച്ചു, ക്രൂശിനെ അവൻ വഹിച്ചു, അപമാനത്തെ അലക്ഷ്യമാക്കി. അവൻ അതേക്കുറിച്ച് ചിന്തിച്ചില്ല. മുമ്പിലുള്ള സന്തോഷം ഓർത്തപ്പോൾ മുമ്പിൽ കണ്ട സന്തോഷം അവൻ മുഖാന്തരമായി തേജസ്സിന്റെ വിവിധ ഗണങ്ങളിലുള്ള ഭക്തന്മാർ, വിശുദ്ധന്മാർ മണ്ണിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തും. അതിലെ 3 സംഘങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. 3 സംഘങ്ങൾ. ഒന്ന്, അതിലെ പ്രധാന സംഘം എന്നുള്ളത് പുത്രത്വം പ്രാപിക്കുന്ന ആദിജാതന്മാരുടെ സഭയാണ്. 3 സംഘങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നത്. നമ്മൾ പറയുമല്ലോ, അവര് ആദ്യത്തെ സംഘമാണ് പോയെന്നുള്ളത്, ഫസ്റ്റ് ബാച്ച്. ആ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്ര വളരെ വളരെയധികം വിശദീകരണത്തോടു കൂടി ദൈവനെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. പറഞ്ഞാൽ 3 സംഘങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന്, പുത്രത്വം പ്രാപിക്കുന്ന ആദിജാതന്മാരുടെ സഭ. 2, സഹോദര പദവിയിലെത്തുന്ന സഭയുടെ തേജസ്സിന് അവകാശികളാകുന്നവർ. 3, സഹഭൃത്യന്മാരുടെ നിലവാരത്തിലെത്തുന്ന പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാരും ഇസ്രായേലിന്റെ 144,000. ഇവരാണ് ഈ 3 വിശുദ്ധന്മാരുടെ സംഘങ്ങളാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അവരെപ്പോൾ പ്രവേശിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ആദ്യമായി മനുഷ്യവംശത്തിൽ നിന്ന്, ആദത്തിൽ നിന്ന് ജനിച്ച മനുഷ്യരിൽ നിന്ന് ദൈവകൃപയാൽ യേശുക്രിസ്തു വന്ന് സഭ സ്ഥാപിതമായ ശേഷമായി കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് ശുദ്ധീകരിക്കപ്പെടുന്നൊരു കൂട്ടമായ സഭ 120 പേരുള്ള സംഘമായി
അവര് മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയോടെ ആയിരുന്നപ്പോൾ ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിതമാക്കപ്പെട്ട ദൈവസഭ ഇന്ന് വരെ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അന്ന് ഇറങ്ങി വന്ന ആത്മാവ് 2000 വർഷമായി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. എന്നാണോ പരിശുദ്ധാത്മാവ് തന്റെ ദൗത്യം നിർവഹിച്ചെടുക്കുന്നത്, അഥവാ സഭയുടെ എണ്ണം, ആദ്യജാതന്മാരുടെ എണ്ണം, പുത്രത്വം പ്രാപിക്കുന്നവരുടെ എണ്ണം സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ് പുത്രത്വം പ്രാപിക്കുന്നത്. ഇപ്പം ഒരുപാട് മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും രാജാക്കന്മാരാകാൻ പറ്റത്തില്ല. അവർ സഹോദരന്മാരാണ്. അപ്പം ഈ ദൈവത്തോടുകൂടി സിംഹാസനത്തിൽ ഇരിപ്പാനുള്ള അധികാരം ലഭിക്കുന്നവരെയാണ് പുത്രത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനോട് സദൃശന്മാരാകുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു നിലവാരത്തിലേക്ക് എത്തുവാൻ നമ്മളെല്ലാം ഇപ്പോൾ സഹോദരന്മാരാണ്. ക്രിസ്തുയേശു രക്തത്താൽ സഹോദര വർഗത്തിലാണ് നാം പെടുന്നത്. സഭയിലുള്ള എല്ലാവരും സഹോദരന്മാർ. അതുകൊണ്ടാണ് സഹോദരന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സഹോദരന്മാരിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പ് വലിയ തേജസ്സിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യത പ്രാപിക്കുന്നവർ, അവർ പുത്രത്വം പ്രാപിക്കുന്ന ആദിജാതന്മാരുടെ സഭയിലേക്കാണ് എണ്ണപ്പെട്ട് കഴിയുമ്പോൾ അവർ മാറ്റപ്പെടുന്നവരുടെ ആത്മാക്കൾ പോകുന്നത് പർദീസിലെ 3-ാം സ്വർഗത്തിലേക്കാണ്. ആ നിലവാരത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാ സഹോദരന്മാരാ എന്ന് പറഞ്ഞ സഭയുടെ സഹോദരന്മാരാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ദൈവത്തിന് പ്രസാദം തോന്നി നാം ദൈവത്തെ സ്നേഹിച്ചാൽ, നമ്മുടെ സ്നേഹം കളങ്കമറ്റ സ്നേഹമാണെങ്കിൽ, നിഷ്കളങ്കമായ സ്നേഹമാണെങ്കിൽ, ദൈവമായിട്ടുള്ള അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധം തികഞ്ഞ സ്നേഹമാണെങ്കിൽ, അവിടെ മേൽ കുത്തുന്ന മുദ്രയാണ് പുത്രത്വത്തിന്റെ അച്ചാരം, അവകാശം. ആ ഒരു പദവിയിലേക്ക് നിൽക്കുന്നവരാണ് രൂപാന്തരപ്പെടാൻ പോകുന്നത്. ഇവർ മാത്രമായിരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ പോകുന്ന ആദ്യത്തെ സംഘത്തിൽ ഉൾപ്പെടുന്നത്. ആ മകനീയ സംഭവം നടക്കുന്നത് അതിവിദൂരമല്ലാത്ത സമയത്ത് നടക്കും. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിന്റെ സമയത്താണ് സംഭവിക്കുന്നെങ്കിൽ അതിൽ ഉൾപ്പെടുവാൻ ദൈവമേ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. മനുഷ്യൻ പലതും കൈയടക്കിയിട്ടുണ്ട്, ഇനിയും കൈയടക്കും. പക്ഷേ ഒരു മനുഷ്യന് സാധ്യമാകുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യകരമായിരിക്കുന്ന, നേടാൻ പറ്റുന്ന ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ളത് സ്വർഗത്തിൽ ആദ്യം പുറപ്പെടുന്ന സംഘത്തിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. എന്ന് പറയാം ഫസ്റ്റ് ബാച്ചിൽ പെടണം. ആദ്യമായി സ്വർഗം ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യൻ പോലും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില മുഴുവനായി തിരിച്ചറിഞ്ഞ് അവനെ അതുപോലെ അക്ഷയമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് അവന്റെ പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് ദൈവം ഉയർത്തുന്നത്. അവർക്ക് ലഭിക്കുന്ന തേജസ് സൂര്യ തേജസ്സായിരിക്കും. ആ ഒരു ഗണത്തെ, ആ ഒരു സംഘത്തെ ദൈവം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ആഗോള സഭയിൽ നിന്ന് 7 പൊൻനിലവിളക്കുകൾ പോലെ ദൈവത്തോട് ചേരുവാൻ വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ അവരായിരിക്കും എടുക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് ആദിജാതനായിരിക്കുന്ന ക്രിസ്തു ആദിജാതനായി എടുക്കപ്പെട്ടെങ്കിൽ അവൻ പോയ കാൽപ്പാടുകളെ പിന്തുടർന്ന് പോകുന്നവർ മാത്രമായിരിക്കും, തികവ് പ്രാപിക്കുന്നവർ മാത്രമായിരിക്കും 1-ാം സംഘത്തിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തീർന്നില്ല. സ്വർഗത്തിലേക്ക് എത്തേണ്ട പ്രാരംഭഗണത്തിൽപ്പെടുന്ന ഫസ്റ്റ് കൂട്ടര്, നമുക്കറിയാം ഇസ്രായേൽ ജനം അവര് സഞ്ചരിക്കുമ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഈ പോവുകയല്ലേ ചെയ്തത്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതിന് ആദ്യം 2 ഗോത്രം മുമ്പിൽ പോകും, പിന്നീട് പെട്ടകം പോകും. അതിനുശേഷമായിട്ട് 2 പാളയങ്ങൾ, 3 പാളയങ്ങൾ വെച്ച് 2 പാളയം മുമ്പിൽ പോകും. 4 പാളയങ്ങളായിട്ടാണ് പുറപ്പെട്ടിരുന്നത്. അതിനുശേഷം ലേവ്യ ഗോത്രം, അഹരോന്യ ഗോത്രങ്ങൾ ഉൾപ്പെടെയുള്ളവർ പെട്ടകവുമായിട്ട് നടക്കു പോകും. അതിനുശേഷമാണ് ഈ പറയുന്ന 3 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന 2 പാളയങ്ങൾ
കൊടിക്കീഴിൽ 4 കൊടിക്കീഴിൽ അവർ യാത്ര ചെയ്തുകൊണ്ട് യഹൂദ കൊടിക്കീഴിലുള്ളവർ അങ്ങനെ 4 കൊടിക്കീഴിൽ അവർ യാത്ര. അവർ ആദ്യം പോകുന്നത്, ഇവർ പോകുമ്പോൾ സമാന കൂടാരം അഴിച്ച് തോളെ ചുമന്ന് അവർ പുറപ്പെടും. ഇത് അവിടെ ഈ പട്ടയം അവിടെ ചെല്ലുന്ന മുമ്പായിട്ട് അത് അവിടെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. അങ്ങനെ അവർ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു നിഴലായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് എല്ലാവരും കൂടി അങ്ങ് എടുക്കപ്പെട്ട് ഒരുമിച്ച് അങ്ങ് പോയി സുഖത്തിൽ ചെല്ലുകയല്ല ചെയ്യുന്നത്. മനസ്സിലായോ? ആദ്യം ഇവിടുന്ന് ഒന്നാമത് പോകേണ്ടത് ഫസ്റ്റ് ട്രിപ്പിൽ പോകണം. ഞങ്ങളൊരു പക്ഷേ ഇതൊക്കെ ഇത്രയും കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കണോ, ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ള സംശയം ചിലപ്പോൾ ഒരു പക്ഷേ ചിലർക്ക് പറയും, ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അറിയണ്ടെങ്കിൽ അറിയണ്ട, ആരെ നിർബന്ധിച്ച് പഠിപ്പിക്കത്തില്ല, നിർബന്ധിച്ച് പരിശ്രമം ഉപദേശിക്കത്തില്ല. പിന്നെ ആർക്കെങ്കിലുമൊക്കെ വേണമല്ലോ, ആവശ്യമുണ്ടല്ലോ. ഇപ്പം എല്ലാവരും തികവാഞ്ച് പോവുകയാണെങ്കിൽ സന്തോഷം, ഒരു കുഴപ്പമില്ല, വളരെ ഉപകാരം, വളരെ നല്ല കാര്യം, അതങ്ങനെ തന്നെ ആകട്ടെ. പക്ഷേ കുറച്ചുകൂടെ കാണും, അവർക്കത് പ്രയോജനപ്പെടുമല്ലോ, ഇത് മനസ്സിലാകുമല്ലോ. ഒരു കൂട്ടർ പോയി, ഇനി ആരൊക്കെയാണ് ഉള്ളതെന്നുള്ളത് അന്ന് അവർക്കെങ്കിലും പ്രയോജനപ്പെടാൻ വേണ്ടി അതൊക്കെ എഴുതി വെക്കുന്നു കേട്ടോ. ഇതൊക്കെ ഈ ക്ലാസ് എടുത്ത് വെക്കുന്നത് എവിടെയെങ്കിലും കിടക്കട്ടെ, കാരണം അന്നത് ആവശ്യം വരും. അതുകൊണ്ടാണ് ഇന്നൊരു പക്ഷേ ആർക്കിത് ആവശ്യമില്ലായിരിക്കാം, എല്ലാവരും തികവ് പ്രാപിച്ചതായിരിക്കാം, കാകളം ധ്വനിക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ളവരോടല്ല സംസാരിക്കുന്നത്. എന്നാൽ ഒന്നുമായിട്ടില്ല, ആകേണ്ടതുപോലെ ആയിട്ടില്ല. കർത്താവേ, ഞങ്ങളെ ആക്കണമേ, ആ പ്രഥമ സംഘത്തിൽ പെടുത്തണമേ എന്നുള്ള താഴ്മയും വിനയമുള്ള ജനത്തോടാ ഞാനിന്ന് രാത്രിയിൽ ആത്മാവിൽ സംസാരിക്കുന്നത്. നിങ്ങൾ തികവ് പ്രാപിച്ചവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാൻ പോയാൽ മതി. പക്ഷേ അത് അങ്ങനെ ആയിട്ട് ഉണ്ടെങ്കിൽ, ആ ഗണത്തിൽപ്പെടുകയാണെങ്കിൽ അത് നിസ്സാരമായ കാര്യമല്ല, അതങ്ങനെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. അതിന് നാം നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ ക്രമീകരിച്ച് വേണ്ട രീതിയിൽ കർത്താവിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ആ ഗണത്തിൽപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ആത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം പങ്കുവെക്കുന്ന ദൂതാണ്. അതിനെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഇഷ്ടത്തിന് വിട്ടുതരികയാണ്. ഞാൻ ഇങ്ങനെ രാവിലെ ചിന്തിച്ചത്, നമുക്ക് ബ്ലാങ്ക് ഒപ്പിട്ട് ചെക്ക് തന്നിരിക്കുക നമ്മുടെ ജീവിതത്തിൽ. നിനക്ക് ഇഷ്ടമുള്ള എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ബ്ലാങ്ക് ചെക്ക് ദൈവം തന്നിരിക്കുക നമുക്ക്, ജീവിതം ബ്ലാങ്ക് ചെക്കാണ്. അതിൻ്റെ അകത്ത് എമൗണ്ട് വെച്ചിട്ടില്ല. കാരണം വിലമതിക്കാനാവാത്ത ഒരു നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ കർത്താവിൻ്റെ മണവാട്ടിയായി സിംഹാസനത്തിലിരിക്കുക എന്നുള്ളത്. നമ്മുടെ ഇതിനകത്ത് തന്നിട്ടുണ്ട് ദൈവം. കർത്താവ് നിനക്കത് എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം, നിനക്ക് വേണേൽ അത് നശിപ്പിച്ച് കളയാം, കീറിക്കളയാം, നിനക്ക് വേണമെങ്കിൽ അന്ന് പിന്നീട് ചോദിച്ചോളൂ നീ എന്താ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതാണോ വേണ്ടിയത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നിത്യജീവന് മാത്രമേ ആവശ്യമുള്ളൂ, അത് മതി. 30 എഴുതിയാൽ മതി, 30% എഴുതിയാൽ മതി. നിങ്ങൾക്ക് കിട്ടിയ ചെക്കിൻ്റെ അകത്ത് 30% എഴുതിയാൽ മതി. അത് മതി. അല്ല, എനിക്കതിലും തേജസ്സുള്ള വേണം, കർത്താവിനെ കൂടെ എനിക്ക് വസിക്കണം എന്നുള്ള നഗരത്തിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ 60% എഴുതിക്കോ. ആ ചെക്കിൻ്റെ അകത്ത് 60% എഴുതാം. അല്ല, എനിക്ക് മണവാട്ടിയാണെന്നെങ്കിൽ 100% എഴുതണം. എഴുതിയാൽ മാത്രം പോരാ, അതനുസരിച്ച് ജീവിക്കണം. ഇതാണ് ദൈവം തന്നിരിക്കുന്ന ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവ് ഒപ്പിട്ടിരിക്കുകയാണ്. നമുക്കത് പ്രാപിച്ചെടുക്കാം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, നമുക്കത് പ്രാപിച്ചെടുക്കാൻ കഴിയും. എന്ത് ചെയ്യണം? നാം അതിനുവേണ്ടി നാം മനസ്സിലാക്കി സമർപ്പിച്ചോളാം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, ഇതിനു മുമ്പ് ഇങ്ങനെയുള്ളതൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ, അവർ കേട്ടിട്ടില്ലല്ലോ, 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 500 വർഷം മുമ്പ് ആരും ഇത് കേട്ടിട്ടില്ല, വെളിപ്പാട് പഠിച്ചിട്ടില്ലല്ലോ. ശരിയാ, കേട്ടിട്ടില്ല. പക്ഷെ ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. അത് നമ്മുടെ കൺമുമ്പിലാണ് നടക്കാൻ പോകുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്ത് നടക്കാൻ പോകുന്നെങ്കിൽ അത് അറിഞ്ഞിരിക്കണമല്ലോ. അതിനുവേണ്ടിയാ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ, കാലഘട്ടങ്ങളിൽ ചിലരെ ഉണർത്തുന്നത് കേട്ടോ. വെറുതെ പറയുന്നതല്ല, വെറുതെ പഠിപ്പിക്കുന്നതല്ല. അതിൻ്റെ സമയമായതുകൊണ്ടാണ് അതിൻ്റെ വലിയ ഉത്തരവാദിത്തോട്, വലിയ കാര്യഗൗരവതയോടെ ദൈവാത്മാവ് ദിവസങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഈ 1ാം സംഘം പുറപ്പെടുവാനുള്ള സമയമാകുമ്പോൾ നടക്കുന്ന പ്രഥമ സംഭവമാണ് ഈ 12ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുക. എന്നാൽ 2ാം സംഘവുമുണ്ട്, 3ാം സംഘവുമുണ്ട്. 2ാം സംഘത്തിൽ ഉൾപ്പെടുന്നവരാണ് നമ്മൾ
പരദേശിയെ ശേഷിച്ചിരിക്കുന്ന ഒന്നാം സ്വർഗത്തിൽ രണ്ടാം സ്വർഗത്തിലുള്ളവർ അവർ നഗരത്തിൻ്റെ മതിലിൻ്റെ ഭാഗവും നഗരത്തിൻ്റെ ഭാഗത്തിന് ഒരു ഭാഗത്തിൻ്റെ ഉൾപ്പെടുന്ന ഒരു നിലവിളക്കും ഒരു ഒലിവ് മരവുമാണ്. അത് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ 144 കാണിച്ചിട്ടുണ്ട്. 144 കാണിച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തെ സംഘം പുറപ്പെടുന്നത് ഇത് നടക്കാൻ പോകുന്ന രണ്ടാമത്തെ പുനരുത്ഥാനമാകുന്ന 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിലായിരിക്കും രണ്ടാം സംഘം പുറപ്പെടും. മനസ്സിലായോ? ഇപ്പോൾ മീതിയുള്ള യെരൂശലേമിൽ അവിടെ സൂര്യ, ചന്ദ്ര, നക്ഷത്രങ്ങൾ തേജസ് വ്യത്യസ്തതയുള്ള 4 തേജസ് ഗണങ്ങളുണ്ട്. ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ചു പോകുന്നത് ആദ്യമാണ് പറഞ്ഞാൽ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ സൂര്യ തേജസ്സുണ്ട്, ചന്ദ്ര തേജസ്സുണ്ട്, നക്ഷത്ര തേജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നക്ഷത്രങ്ങൾ വ്യത്യസ്തമുള്ള തേജസ്സാണ് ഈ പറയുന്ന കിരീടം എന്ന് പറഞ്ഞു. കിരീടത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ പഠിപ്പിച്ചില്ലായിരുന്നു. ഞാൻ പഠിപ്പിച്ചില്ല. കാരണം അത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞത് എല്ലാവരും ഒരുമിച്ചൊക്കെ പറയാതെ അതെന്താണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാകും. ഇപ്പോൾ സൂര്യ തേജസ്സുള്ളവരുണ്ട്, ചന്ദ്ര തേജസ്സുള്ളവരുണ്ട്, നക്ഷത്ര തേജസ്സുള്ളവരുണ്ട്. അത് ഞാൻ പറഞ്ഞു പോകുന്നത് എൻ്റെ കൈ കാണിക്കുന്നത് സൂര്യ തേജസ്സുള്ളവരുണ്ട്, 3-ാം സ്വർഗം, പർദീസിലെ 3-ാം സ്വർഗം. ചന്ദ്ര തേജസ്സുള്ളവരുണ്ട്, പർദീസിലെ 2-ാം സ്വർഗം. നക്ഷത്ര തേജസ്സുള്ളവരുണ്ട്, പർദീസയിലെ 3-ാം സ്വർഗം. നക്ഷത്രങ്ങൾ വ്യത്യസ്തതയുള്ളവരുണ്ട്, അത് കീഴുന്നുള്ള മതി കാണിക്കുന്നു. അത് ഭൂമിക്ക് കീഴിൽ അവരെ ഭൂമി പ്രസവിക്കും. അതുകൊണ്ടാണ് കഴിച്ചത് ഞാൻ പഠിപ്പിച്ചത്. 110 സങ്കീർത്തനം പഠിപ്പിച്ചു മനസ്സിലായോ? യുവാക്കളായ മഞ്ഞ് നിനക്ക് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ വരുന്നു. യശയ്യാവിന്റെ 26-ാം അധ്യായത്തിൽ പറഞ്ഞു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ഭൂമിയിൽ പൊടിയുന്നുള്ളവരെ എഴുന്നേറ്റ് ഘോഷിപ്പീൻ, ഭൂമിയിൽ നിന്ന് മഞ്ഞ് വരുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഭൂമി മൃതന്മാരെ പ്രസവിക്കും, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ പറയുകയാണ്. അപ്പോൾ ഭൂമി പ്രസവിക്കുന്നതിൽ ആദ്യത്തേതായിരിക്കും ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽപ്പെടുന്നവർ. ഭൂമിയുടെ പ്രസവം, അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം പറയുന്നത്. എന്നാൽ മീതെയുള്ള ഇപ്പോഴത്തെ പർദീസയിൽ നിന്ന് മീതെയുള്ള യെരൂശലേമുള്ള ബന്ധത്തിൽ കാണിച്ചിരിക്കുന്ന സ്ത്രീയോടുള്ള ബന്ധത്തിൽ 3 കൂട്ടരാണ് ഇപ്പോൾ ഉള്ളത്. 2-ാം സ്വർഗത്തിലും 3-ാം സ്വർഗത്തിൽ 1, 2, 3 സ്വർഗത്തിലാണ് വിശുദ്ധന്മാർ ഉള്ളത്. ബാക്കി കിരീടത്തിൽ ഉൾപ്പെടുന്നവരും ഈ പറയുന്ന അവര് 2ാമത്തെ നിലവിളക്കായിരിക്കും. ചന്ദ്രദേശ് പ്രാപിക്കാനുള്ളവരിലെ രക്തസാക്ഷിയായുള്ളവര്, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഒന്നുകൂടെ ഞാൻ പറയാം. നിലവിളക്കുകൾ ഇവിടെ നമുക്ക് അതിനെ ചിന്തിക്കുമ്പോൾ 7 പൊൻനിലവിളക്കുകൾ 3ാമത്തെ സ്വർഗത്തിലുള്ളവര്, 2ാമത്തെ സ്വർഗത്തിലുള്ളവർ 1ാമത്തെ നിലവിളക്കിൽ ഉൾപ്പെടുന്നു. അത് നഗരത്തിന്റെ ഭാഗമായിരിക്കും ചന്ദ്രദേശായിരിക്കും ലഭിക്കുന്നത്. 1ാം സ്വർഗത്തിലുള്ളവർക്ക് നക്ഷത്രദേശാണ് ലഭിക്കുന്നവർ മതിലിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഗോപുരങ്ങളോടുള്ള ബന്ധത്തിൽ ഉള്ളവരാണ്, കിരീടോടുള്ള ബന്ധത്തിൽ കാണുന്നത് അവരാണ് 2ാമത്തെ ഒലിവ് മരം പ്രദാനം ചെയ്യുന്നത്. ആ കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവരാണ് ചന്ദ്രദേശായ ഒരു നഗരത്തിന്റെ ഭാഗമായി തീരും. അവരാണ് 2ാമത്തെ നിലവിളക്ക്. അപ്പോൾ 7 പൊൻനിലവിളക്ക്, 2 നിലവിളക്ക്, 2 ഒലിവ് മരം. 7 പൊൻനിലവിളക്കുകളുടെ ആഗോള സഭയിൽ നിന്നുള്ളവർ പുനരുത്ഥാനം പ്രാപിക്കുന്നത് ഈ സ്ത്രീ വേദനപ്പെട്ട് പ്രസവിക്കുന്ന ആൺകുട്ടിയെയാണ് ആലങ്കാരികമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം സ്വർഗത്തിലും 2ാം സ്വർഗത്തിലുള്ളവരാണ് 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ എതിർക്രിസ്തുവിന്റെ ഭരണത്തിന് ആരംഭത്തെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ച സ്വർഗാസ്വർഗത്തിലേക്ക് ഇവിടെ കയറി വരിക, സ്വപ്നത്തിൽ കയറി പോകുന്നത്. എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ രക്തസാക്ഷികളാകുന്നവരാണ്. യേശുവിന്റെ സാക്ഷ്യമുള്ള സുവിശേഷ രക്തസാക്ഷ്യം വരിക്കുന്നവര് 2ാമത്തെ നിലവിളക്കായിരിക്കും. അവര് നഗരത്തിന്റെ ഭാഗമായിരിക്കും ചന്ദ്രദേശായികൾക്ക് ലഭിക്കുന്നത്. ആ കാലത്ത് 140,000 പേര് ഇസ്രായേലിൽ നിന്ന് രക്തസാക്ഷ്യം വരിക്കുന്നവരാണ് 2ാമത്തെ ഒലിവ് മരം. അവരെ 12 നക്ഷത്രമുള്ള കിരീടത്തിലുള്ള ബന്ധത്തിലാണ് കാണിച്ചിരിക്കുന്നത്. അവര് ഗോപുരത്തിന്റെ നിലവാരത്തിലാണ് വരുന്നത്. അവര് വയ്ക്കുന്നത് ഭൂമിക്ക് കീഴിലായിരിക്കും. 3 വർഷമായിരിക്കും അവരുടെ കാലാവധി. അവർ പുനരുത്ഥാനം പ്രാപിക്കുന്നത് 1ാമത്തെ പുനരുത്ഥാനമാണ്. അപ്പോൾ മരിച്ചവിടെ നിന്നുള്ള പുനരുത്ഥാനം, 2 സാക്ഷിയുടെ പുനരുത്ഥാനം,
ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന 3 പുനരുത്ഥാനങ്ങളിലൂടെയാണ് 3 സംഘങ്ങളായിട്ട് ഈ ഭൂമിയുടെ മണ്ണിൽ നിന്ന്, ആദമിക വംശത്തിൽ നിന്ന് ജനിച്ച മനുഷ്യരിൽ നിന്ന് വിണ്ണിന്റെ മക്കളെ തേജസ്സിന്റെ മക്കളാക്കി സംഘങ്ങളായി കൊണ്ടുപോകാൻ വേണ്ടി സ്വർഗം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് 3 സംഘങ്ങൾ ഇവിടുന്ന് പുറപ്പെടുവാൻ വേണ്ടി ഉണ്ടായിരിക്കും. രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, മനുഷ്യന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ദൈവം പറഞ്ഞു. ഇവർ പ്ലാൻ ചെയ്യുന്നതെല്ലാം സംഭവിക്കും. ബാബേൽ ഗോപുരം പണിത് വന്നപ്പോൾ ഇറങ്ങി വന്നതിനെ അവര് പണിതെന്നറിയാമോ? ആകാശത്തോളം എത്തുന്ന ഒരു ടവർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയ കഥ പറഞ്ഞു. മനുഷ്യൻ ആലോചിക്കുന്നൊക്കെ അവജയം. കാരണം ദൈവത്തിന്റെ ആലോചനയല്ലേ സൃഷ്ടിച്ചത്. ദൈവം പറഞ്ഞു ഇവരാലോചിക്കുന്നത് അന്നാണ് ഭാഷ കലക്കി വിട്ടത്. എന്നാൽ ഭാഷയെ ഒന്നാക്കിയതെന്നറിയാമോ? അത് അവരുടെ പ്രവൃത്തി ദൈവത്തിനോട് എതിർത്തുകൊണ്ട് അവർ ചെയ്തതാണ്. ബാബേൽ ഗോപുരം ഉണ്ടാക്കി. ആ ശക്തിയാണ് ബാബേൽ എന്നുള്ള രീതിയിൽ നമുക്ക് പിന്നീട് പഠിക്കാൻ കഴിയുന്നത്. ആ ശക്തി ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവം അതിനെ കലക്കി വിട്ടപ്പോൾ മനസ്സിലായതാണ് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കാം. അവരും വിചാരിച്ചു അങ്ങ് വരെ എത്തുന്ന, ഇനി വെള്ളപ്പൊക്കം വന്നാലും എന്ത് വിഷയം വന്നാലും നശിക്കരുത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള പദ്ധതിയിൽ അവർ കണക്കൂട്ടി പണിതുയർത്തിയപ്പോൾ കഥ പറഞ്ഞു മനുഷ്യൻ നിരൂപിക്കുന്നതൊക്കെ അവന് സാധിക്കും, കലക്കിയേക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ട് ഇതിനെ ഇല്ലാതാക്കി കളഞ്ഞു. മനുഷ്യന്റെ പദ്ധതിയെ ദൈവം തകർത്ത് കളഞ്ഞെന്നാൽ എല്ലാ ഭാഷക്കാരും അന്ന് കലക്കി കളഞ്ഞ ഭാഷയെ ദൈവം ഒരുമിച്ചാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ സഭ സ്ഥാപിതമായപ്പോൾ, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, അന്ന് അവർ കൂടിയിരുന്നവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. എന്താ സംസാരിച്ചെന്നറിയാമോ? ഒരേ കാര്യം സംസാരിച്ചു. ദൈവത്തിന്റെ വലിയ കാര്യങ്ങളെ, മർമ്മങ്ങളെ പ്രസ്താവിച്ചു. അന്ന് തുടങ്ങിയ പണി അത് എന്തിനാണെന്നറിയാമോ? ബാബേൽ ഗോപുരം ദൈവം തകർത്ത് കളഞ്ഞെങ്കിൽ ദൈവം തന്റെ രക്തം കൊണ്ട് പണിതെടുക്കുന്ന ദൈവസഭയുടെ ജീവിതങ്ങളെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയാ ദൈവം അന്യഭാഷ തന്നിരിക്കുന്നത്. അവനെ സ്വർഗത്തിന്റെ ഭാഷ തന്നിരിക്കുന്നത് മർമ്മങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടി തന്നതാണ്. എന്തിനു വേണ്ടിയാ? നാം അവിടെ എത്തിച്ചേരണം. മനുഷ്യർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അത് ചന്ദ്രനിൽ കാലുകുത്താൻ കഴിയുന്ന മനുഷ്യ ചൊവ്വയിലെ നീ ചെത്തും, നക്ഷത്രങ്ങളിൽ കൂടുകെട്ടും. എന്നാൽ അവിടുന്ന് എല്ലാം ദൈവം തള്ളിയിടും. എന്നാൽ ഇന്ന് രാത്രിയിൽ തള്ളിയിടാതെ ചേർക്കാൻ വേണ്ടി ഒരുവൻ വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പണി അവനോട് ചെയ്യുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിനാൽ തന്റെ സഭയിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ആ സിംഹാസനത്തിലേക്കും സ്വർഗത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. രാത്രിയിൽ ആ വഴി നമുക്ക് മീതെ തുറന്നു കിടക്കുന്നുണ്ട്. ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ കടന്നുപോയപ്പോൾ, ആ തിരശ്ശീല ചീന്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടു. നമ്മെ വഴി തുറന്നു പോയ കർത്താവ് അവിടേക്ക് നമ്മെ കൊണ്ടുപോകും. ഈ പ്രഥമ സംഘം ഇവിടുന്ന് യാത്ര തിരിക്കാൻ സമയമാകുമ്പോൾ അന്ന് നടക്കുന്ന ആ വലിയ മകനീയ സംഭവത്തിന്റെ പശ്ചാത്തല വിവരണമാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വീണ്ടും കേട്ടാൽ മതി, ആവർത്തിച്ച് കേട്ടാൽ മതി, മനസ്സിലാകും. സംശയമുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. അങ്ങനെ 3 സംഘങ്ങളായി യാത്ര പുറപ്പെടുന്നതിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. അതിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ് ഈ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 1, 2, 3, 4, 5 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന വചനം. ഇതിനെ തടയാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ഒരു ശക്തിയാണ് ഈ സാത്താൻ. അവനെയും അവിടെ വെളിപ്പെടുത്തി നമ്മളത് കഴിഞ്ഞ സമയം ചിന്തിച്ചിരുന്നു. മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജ്യമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം. ഇവിടെ നമ്മളത് മനസ്സിലാക്കിയിരുന്നു എന്താണെന്നുള്ളത്. തീനിറമുള്ള മഹാസർപ്പത്തെ കാണിക്കുന്നു. പരീക്ഷ സാത്താനെ കുറിച്ച് കാണിക്കുന്നു. അവന് ഒരു തലേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഏതിൽ വന്നപ്പോൾ ഒരു പാമ്പായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ മഹാസർപ്പമായിട്ട് തിന്നിരിക്കുക. അവനോട് തിന്നാനാ പറഞ്ഞിരുന്നത്? പൊടി തിന്നോളാനാ പറഞ്ഞത്. പൊടി തിന്നോളാനാ പറഞ്ഞിരിക്കുന്നത്. അന്ന് പൊടി തിന്നുകയെന്ന് പറഞ്ഞൊരു അർത്ഥം ഭൂമിയിലെ പൊടി തിന്നുകയല്ല അവൻ ചെയ്തത്. മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച പൊടിയായിരുന്ന മനുഷ്യനെ
അവൻ പൊടിയായി തീരാനുള്ളതിനെ തിന്ന് തിന്ന് തിന്നാണ് അവൻ വളർന്നത്. അങ്ങനെയാണ് അവൻ മഹാസർപ്പമായി തീർന്നത്. ഏദനിൽ ആദത്തെ ഹവ്വയും വഞ്ചിച്ച പൈശാചികൻ ലോകത്തിന്റെ ആരംഭത്തിൽ മനുഷ്യവംശം അവൻ വർദ്ധിച്ചു വരികാൻ തുടങ്ങിയപ്പോൾ ഇവനും പൊടി തിന്നാൻ തുടങ്ങി. പൊടിയാകുന്ന മനുഷ്യനെ, പൊടി കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യരുടെ പറഞ്ഞു, ഈ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവന് ഇര കിട്ടി, അങ്ങനെ തിന്ന് വലുതായി തീർന്നാണ് മഹാസർപ്പം. അല്ലാതെ ഏതെങ്കിലും കണ്ട ആ സർപ്പം എങ്ങനെ മഹാസർപ്പമായി തീർന്ന് ചോദിച്ചാൽ, അവൻ കാലങ്ങളായി തിന്ന് 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 അവൻ എന്ത് ചെയ്തു? വളർച്ചയായി തീർന്നു. അവൻ ഒരുപാട് പേരെ തിന്നു കഴിഞ്ഞു കൊട്ടോ, അവൻ ഇരയായി പോയി. അവൻ അങ്ങനെ മഹാസർപ്പമായി തീർന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ അവൻ ഇരയായി തീരാതെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു സംഘമുണ്ട്. അവരെ പരാജയപ്പെടുത്തുവാൻ സാത്താന് കഴിയത്തില്ല. ഞാൻ നിങ്ങൾ പൊടിയായിരുന്നു, ആ പൊടിയിൽ നിന്ന് ദൈവം നമ്മെ തേജസ് തന്ന് അവന് വിഴുങ്ങാൻ കഴിയാത്തവരാക്കി തീർത്തതിനായി ഇത് രാത്രി സ്തോത്രം ചെയ്യണം. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്രയുള്ള ഒരുത്തനെ പോലും ദുഷ്ടന് ഇരയാകാൻ പറ്റത്തില്ല. അതില്ലാത്തവനെ തിന്നാണ് അവൻ മഹാസർപ്പമായി തീർന്നിരിക്കുന്നത്. എന്നാൽ അവൻ ഒരു തലയായിരുന്നെങ്കിൽ അവന് 7 തലയായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തലയെ തകർത്തപ്പോഴാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുക്കൾ ഒരു വഴിയായി വരും, എന്നാൽ അവർ 7 വഴിയായി ചിതറിപ്പോകും. യേശു ക്രിസ്തു കാൽവരിയിൽ മരിക്കുന്ന സമയത്ത് സാത്താന്റെ ആലോചനയെ തകർത്ത് കളഞ്ഞു. അങ്ങനെയാണ് അവൻ 7 തലയുള്ള മഹാസർപ്പമായി മാറുവാനിടയാക്കുന്നത്. അവന്റെ ആലോചന ചിതറിച്ചു കളഞ്ഞ ദൈവം. അവൻ ഒരുമിച്ചാണ് വന്നത്, യേശുവിനെ വിഴുങ്ങുവാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി. പക്ഷേ സാത്താന്റെ തലയെ തകർത്ത യേശു, അതാ പറഞ്ഞത്, സർപ്പത്തിന്റെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നിന്റെ ശത്രുക്കൾ ഒരു വഴിയായി വരും, എന്നാൽ അവർ 7 വഴിയായി ചിതറിപ്പോകും. ഇതാണ് അവന്റെ തല അതിന്റെ തലയെ ഒരു മുറിവേറ്റിരിക്കുന്ന പറയുന്നതാണ്. അങ്ങനെയാണ് 7 സാമ്രാജ്യത്തിൽ നമ്മൾ പഠിക്കും. അത് 7 തല എന്താണെന്നുള്ളത് നമ്മളത് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ അതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇത് എങ്ങനെയാണ് ചിതറപ്പെട്ടത്. അപ്പം ഏദനിൽ പ്രത്യക്ഷപ്പെട്ട പാമ്പ് ഒരു തലയേ ഉണ്ടായിരുന്നുള്ളൂ, അത് പാമ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെടുന്ന സമയത്തേക്ക് ഇവനെ കാണിക്കുന്നത് മഹാസർപ്പമായി തീർന്നത്. ഇവൻ പൊടി തിന്നാണ് ഇവൻ മഹാസർപ്പമായത്. ഇവൻ ഒരുപാട് ജനങ്ങളെ അവന്റെ ഇരയാക്കി തീർത്ത് അവന്റെ സാമ്രാജ്യത്വം വളർച്ച പ്രാപിച്ചെങ്കിൽ വളർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവനോട് കൂടെ പോകുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കി ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിലേക്ക് ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കിയെടുക്കുന്നുണ്ട്. അവരുടെ മേൽ ദൈവത്തിന്റെ തേജസ്സിന്റെ പകരുന്നുണ്ട്. അവരെ ശത്രു തൊടാൻ കഴിയത്തില്ല എന്നുള്ളതും ഇന്ന് രാത്രിമാണ്. അപ്പൊ അങ്ങനെ മഹാസർപ്പമായി തീർന്നവൻ ഇങ്ങനെയാണ് മഹാസർപ്പമായി തീർന്നത്. എങ്ങനെയാണ് മഹാസർപ്പമായി തീർന്നത്? അവന്റെ സാമ്രാജ്യത്വം വളർച്ച പ്രാപിക്കാൻ കാരണം അവൻ ഒരുപാട് മനുഷ്യരെ തിന്നിട്ടുണ്ട്, പൊടി തിന്നിട്ടുണ്ട്. അവരുടെ കഥ പറഞ്ഞത്, പൊടി കൊണ്ട് മനുഷ്യനെ ദൈവം ശിക്ഷിച്ചു. ദൈവം പറഞ്ഞു, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുന്നു പറഞ്ഞു. സാധാരണ സർപ്പത്ത് പറഞ്ഞു, നിന്റെ ആഹാരം പൊടിയായിരിക്കുന്നു. എന്നാൽ അവൻ ഇരയാക്കി കൊടുക്കാതെ നമ്മളെ തിന്നാൻ വേണ്ടി ശ്രമിച്ചതാ. എന്നാൽ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മളെ കുഴച്ചത് കൊണ്ട്, പുതിയ സൃഷ്ടിയാക്കിയത് കൊണ്ട് ദുഷ്ടം നമ്മളെ തൊടാൻ പറ്റത്തില്ല. അതിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം, ദൈവത്തിന് മഹത്വം കരയറ്റണം. അപ്പൊ ഈ 7 തലയുള്ള മഹാസർപ്പത്തെ വെളിപ്പെടുത്തുന്നു. അത് 10 കൊമ്പ്, തലയിൽ 7 രാജമുടി, തീർന്നുള്ള അതിന്റെ വാൽ കാണുക. നമ്മളത് ഇതിനെ കഴിഞ്ഞ് ചിന്തിച്ചിരുന്നു. ഞാനത് വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോവാം. തീർന്നുള്ള മഹാസർപ്പ സാത്താനെ കുറിക്കുന്നു. 7 തലയും 10 കൊമ്പും എതിർക്രിസ്തുവാകുന്ന മൃഗത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പം എതിർക്രിസ്തു ഭരണത്തിന് വരുന്നതിന് മുമ്പ് എതിർക്രിസ്തു വെളിപ്പെടുത്തുകയാണ് അവൻ എവിടെയുണ്ടുള്ളത്. കള്ളപ്രവാചനെയാണ് വാല് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ മഹാസർപ്പത്തിന്റെ തലയിലെ 7 രാജമുടി എന്നുള്ളത് 7 വർഷം മാത്രമായിരിക്കും അവന്റെ യഥാർത്ഥമായ ആധിപത്യം ഭൂമിയിലുണ്ടായിരിക്കുന്നത്. 7 വർഷം. അതാണ് 7 രാജമുടി എന്ന് പറയുന്നത്. എണ്ണി വെച്ചിരിക്കുന്ന 7 രാജമുടി.
എന്നാൽ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് അവന്റെ തലയിൽ അനേകം രാജമുടികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യേശുവിന്റെ ആധിപത്യം നിത്യാധിപത്യമായി എണ്ണി തീർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അനേക രാജമുടികൾ. എന്നാൽ 7 രാജമുടി എന്ന് പറയുന്നത് 7 വർഷം കൊണ്ട് സാത്താന്റെ ആലോചനയാകുന്ന അവന്റെ സാമ്രാജ്യത്വം മുഴുവലത്തോടെ ഭൂമിയിൽ 3.5 വർഷത്തെ അവന്റെ ആലോചന അത് തുടങ്ങി അടുത്ത 3.5 വർഷം കൊണ്ട് അവന്റെ ഭരണത്തിന്റെ പൂർത്തീകരണമുണ്ടായി ഇല്ലാതായിത്തീരും. പിന്നീട് സാത്താൻ ഇവിടെ അധികാരത്തിൽ ഉണ്ടാകത്തില്ല. അതാണ് 7 രാജമുടി എന്ന് പറയുന്നത്. അവന്റെ ആധിപത്യത്തെ കാണിക്കുകയാണ്. അതാണ് 7 വർഷത്തെ എന്ന് പറയുന്നത്. അപ്പൊ ഈ വിഷയം മനസ്സിലാക്കിയതോടെ മഹാസർപ്പം 7 തല 10 കൊമ്പ് എതിർക്രിസ്തുവിനെ ആലങ്കാരിക ഭാഷയിൽ പൈശാചി ത്രിമൂർത്തികളെ വെളിപ്പെടുത്തുകയാണ് അവിടെ. അപ്പം സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, അത് വാലിനെ കാണിക്കുന്നത് നമ്മൾ യെശയ്യാവിന്റെ 9 അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാക്കി. വാലിന് അസത്യം ഉപദേശിക്കുന്ന പ്രവാചകനാണ് കള്ളപ്രവാചകൻ. അപ്പോൾ കള്ളപ്രവാചകനെയാണ് വാല് കാണിക്കുന്നത്. അപ്പോൾ സാത്താനിലുള്ള ത്രിമൂർത്തികളായിരിക്കുന്ന പൈശാചിക ത്രിമൂർത്തികൾ, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, ഇതിനെയാണ്, ഈ ശക്തിയാണ് അവിടെ ഈ മറ്റൊരു അടയാളമായിട്ട് കാണുന്നത്. അന്ന് നടക്കുന്ന സംഭവം അത് വായിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് വിടാം. ഇന്ന് ഈ വിഷയം ഞാൻ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനം പൂർത്തീകരിക്കുക. അതിനുള്ള എല്ലാ പശ്ചാത്തലങ്ങളും ഞാൻ ഇതിനു മുമ്പായി തന്നിട്ടുണ്ട്. അതെന്താണെന്ന് മാത്രം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ നിൽക്കുമ്പോൾ അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇത് വ്യാഖ്യാനിക്കപ്പെടണം. എന്താണ് വാലുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രം 1/3 വലിച്ചുകൂട്ടി നിലത്തേക്ക് എറിഞ്ഞു കളയുന്നത്? ഈ പർദീസയിൽ 2 ഗണത്തിൽപ്പെടുന്ന സൃഷ്ടികളുണ്ട്, ആകാശവാസികളുണ്ട്. അതില് യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കും. 2 കൂട്ടരുണ്ട്. അത് നക്ഷത്രമാരാണ്, ദൈവപുത്രന്മാരാരാണ് എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് ഈ ഭാഗത്തുണ്ടായിരിക്കണം. എങ്കിലേ അത് അതിൻ്റെ വ്യാഖ്യാനം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 38-ാം അധ്യായം 6-ാം വാക്യം എടുത്ത് വായിക്കുന്നത്. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു. അപ്പം ഭൂമിയുള്ള സൃഷ്ടികൾ, ആകാശവും ആകാശത്തിലെ സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ ആകാശ സൃഷ്ടികൾ 2 കൂട്ടരായിരുന്നു. പ്രഭാത നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു, ദൈവപുത്രന്മാരുണ്ടായിരുന്നു. ആകാശത്തിലെ ദേവന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ദൈവപുത്രന്മാർ. ദൈവത്തിന്റെ അരുളപ്പാടുകളെ ലഭിക്കുന്നവരെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. ദേവന്മാർ. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് തന്റെ അരുളപ്പാടുകൾ അറിയിക്കുന്നതാണ് ഈ പർദീസയിലാണ്, സ്വർഗത്തിലാണ്. സ്വർഗാസ്വർഗത്തും ദൈവം ഇറങ്ങി വന്ന് പർദീസ അറിയിക്കും. ഇവർക്ക് ഒരിക്കലും അങ്ങോട്ട് കയറാൻ കഴിയത്തില്ല. അരുളപ്പാട് ലഭിച്ചവരെ ദേവന്മാർ. അപ്പൊ ദേവന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ദൈവപുത്രന്മാർ എന്നുള്ള വിഷയത്തിൽ വന്നിരിക്കുന്നവർ. അവരാണ് ഒരു കൂട്ടര്. രണ്ടാമത്തെ കൂട്ടർ പ്രഭാത നക്ഷത്രങ്ങൾ, മോർണിംഗ് സ്റ്റാർ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ. അപ്പം നക്ഷത്രങ്ങൾ ഒരു കൂട്ടരാണ്, പ്രഭാത നക്ഷത്രം, അവരാണ് പ്രകാശിപ്പിക്കുന്നവർ. അപ്പൊ സൃഷ്ടികളെ പ്രകാശിപ്പിക്കാനുള്ള അതാണ് പ്രഭാത നക്ഷത്രം കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഭൂമിയെ കൂടി സൃഷ്ടിച്ചപ്പോൾ അതിനെ കൂടി പ്രകാശിപ്പിക്കാനുള്ള ദൗത്യം ഈ പ്രഭാത നക്ഷത്രങ്ങളുടെ തലവനായിരിക്കുന്ന ലൂസിഫറിന് കൊടുത്തു. അതുകൊണ്ടാണ് അവന്റെ അധികാര പരിധി കിട്ടിയപ്പോൾ അവൻ അഹങ്കരിച്ചു. ഭൂമിയെ അന്ന് 1ാമത്തെ ഭൂമിയെ ഉണ്ടാക്കിയപ്പോൾ അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നത് ലൂസിഫറായിരുന്നു. അവന്റെ വ്യാപാരത്തിന്റെ ബഹുത്വം നിമിത്തം അവൻ എന്ത് ചെയ്തു? അവന്റെ മനസ്സിൽ അഹങ്കാരമുണ്ടായി. അപ്പോൾ അവന്റെ ഡ്യൂട്ടിയെ ദൈവം വികസിച്ചു. അതുവരെയും മറ്റു സൃഷ്ടികളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഈ പ്രഭാത നക്ഷത്രങ്ങളെ ഉപയോഗിച്ചപ്പോൾ, പ്രദേശമൊക്കെ പ്രകാശിപ്പിച്ചപ്പോൾ, 1ാമത്തെ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ
അത് പാഴ്ശൂന്യമായി തീർന്നതിന് മുമ്പായി ഇതിനെ പ്രകാശമാക്കി തീർന്നിരുന്നത് ഈ നക്ഷത്രപ്പെട്ട ലൂസിഫർ ആയിരുന്നു. അവന്റെ വ്യാപാരത്തിന്റെ ബഹുത്വം നിമിത്തം അവൻ എന്ത് ചെയ്തു? അഹങ്കരിച്ചപ്പോഴാണ് അവനെ ദൈവം ഇരുളാക്കി വിട്ട് താഴിട്ടോടുകൂടിയാണ് ഭൂമി പാഴ്ശൂന്യമായി തീർന്നത്. പിന്നീട് ഭൂമിയെയും പ്രകാശിപ്പിക്കാൻ വേണ്ടി ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആകാശത്തിൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പ്രത്യേക ആകാശം ഉണ്ടാക്കി. നമ്മളിന്ന് കാണുന്ന ആകാശം അല്ലെങ്കിൽ ഗാലക്സികൾ അങ്ങനെ ഉണ്ടാക്കിയത്. എന്നാൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഈ പർദീസയിലുള്ള പ്രഭാത നക്ഷത്രങ്ങൾ അത് വേറിട്ടൊരു ഗ്രൂപ്പാണ്. അത് ഇതിൽ പെടുന്നതല്ല. ഇപ്പൊ നമ്മൾ തലയ്ക്കുമീതെ കാണുന്ന നക്ഷത്രങ്ങളും സൂര്യചന്ദ്രനും ദൈവം ഇപ്പോൾ പുനഃസൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചത്. അത് പിന്നെ ദൈവം ഈ പ്രഭാത നക്ഷത്രങ്ങൾ കൊടുത്തില്ല. ആ ദൗത്യം അത് ദൈവം എന്ത് ചെയ്തു? അത് ദൈവം തന്നെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഭൂമിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ രീതിയിലേക്ക് കർത്താവിനെ പുനർവിന്യാസനം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പുള്ള ആ പർദീസയിൽ സ്വർഗത്തിൽ, സ്വർഗാസ്വർഗമല്ല, സ്വർഗത്തിൽ 2 കൂട്ടരുണ്ട്. ആരൊക്കെയാണത്? പ്രഭാത നക്ഷത്രങ്ങൾ, 2 ദൈവപുത്രന്മാർ. ഈ ദൈവപുത്രന്മാരെ ദേവന്മാരെന്നും അവര് ദൂതറിയിക്കുന്നവരാണ്. ദേവന്മാർ, ദൈവത്തിന് അരുളപ്പാടുകൾ ലഭിച്ചവരെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. പ്രഭാത നക്ഷത്രങ്ങളുടെ പ്രവൃത്തി അവർ പ്രകാശിപ്പിക്കുന്നതാണ്. എന്നാൽ പുരാതന ലോകത്തിൽ പുരാതന ലോകത്തിന്റെ അവസാനത്തിന് കാരണമായി തീർന്നത് സാത്താൻ ഈ പർദീസ ഉണ്ടായിരുന്ന ദൈവപുത്രന്മാരായിരുന്ന ദേവന്മാരായിരിക്കുന്നവരെ അവൻ വശീകരിച്ച് ഭൂമി കൊണ്ടുവന്നു. അവിടുന്ന് അവർ പോന്നപ്പോൾ, അവിടുന്ന് വാസസ്ഥലം വിടുമ്പോൾ തന്നെ അവരെന്തായിത്തീരും? അവിടുത്തെ നഷ്ടപ്പെട്ടു. അവർ പിന്നീട് ദൂതന്മാരല്ല, അവർ മനുഷ്യ സദസ്യരായി തീർന്നു. അവരാണ് ഭൂമിയിൽ വന്ന് നോഹയുടെ പ്രളയത്തിന് മുമ്പുണ്ടായ ഒരു അസാധാരണമായിരിക്കുന്ന ജനനത്തിലൂടെ മല്ലന്മാര്, അങ്ങനെയുള്ള വലിയ കീർത്തിപ്പെട്ട മനുഷ്യരുണ്ടാകാൻ ഇടയാറ്റുന്നത് ഈ പറയുന്ന സങ്കരജാതിയിൽപ്പെട്ടവരാണ്. അവരെയാണ് ദൈവം ആ വാസസ്ഥലം കാത്തു സൂക്ഷിക്കാതെ വിട്ടുപോന്ന ദൂതന്മാരെയാണ് ദൈവം ഇരുട്ടിൽ നരകത്തിലാക്കി ചങ്ങലയിലിട്ടിരിക്കുന്നത്. അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ദൈവം അവരെ ബന്ധിച്ച് അവരെ നരകത്തിലാക്കി. പാപം ചെയ്ത ദൂതന്മാരെ ആദരിക്കാതെ എന്ന് പറഞ്ഞാൽ ഇവര് സ്വന്തം വാസസ്ഥലം വിട്ടുപോകുന്ന ഭൂമിയിൽ അവിടെ നിന്ന് വിട്ടുപോകുന്നപ്പോൾ തന്നെ അവിടെ അവരെന്തായി തീർന്നു? മരണമില്ല, അവർക്ക് ജഡത്തിൽ മരണമില്ല. അവരെന്തായി തീർന്നു? അവർ മനുഷ്യ സദസ്യരായി തീർന്നു. അവര് മനുഷ്യരുടെ ഇടയിൽ വന്ന് മനുഷ്യ സ്ത്രീകൾ, അന്നത്തെ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ അന്ന് ആരോഗ്യ ഉള്ളവരായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാനുള്ള കഴിവുള്ളവരായിരുന്നു. അന്നത്തെ കാലാവസ്ഥ അനുകൂലമായിരുന്നു. ആ സമയത്താണ് കീർത്തിപ്പെട്ട പുരുഷന്മാർ, 10 കൈയും കാലും കൈയും ഒക്കെ ഉള്ള ആൾക്കാർ ജനിക്കാനിടയാത്തത്. അപ്പൊ അവരെയാണ്, അതിലുണ്ടായ സന്തതി പരമ്പരയെ ദൈവം നോക്കിയപ്പോൾ സൃഷ്ടിയിൽ നിന്ന് ദൈവഹിതമില്ലാത്ത മറ്റൊരു സൃഷ്ടി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ദൈവം പ്രളയം വരുത്തിയപ്പോൾ മൂക്കിൽ ശ്വാസമുണ്ടായിരുന്ന എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു. അപ്പോൾ ഈ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം അന്നാണ് ചങ്ങലക്കിട്ടത്. അന്ധകാലത്തിൽ ചങ്ങലക്കിട്ടു. എന്നാണ് നോഹയുടെ പ്രളയത്തിന് മുമ്പ് വഷളത്തൻ ലോകത്തിൽ പെരുകിയത്. ഈ ദേവന്മാരായിരുന്ന ദൈവപുത്രന്മാരിൽ ചിലർ സാത്താന്റെ വശീകരണത്തിൽപ്പെട്ട് ഭൂമിയിൽ വന്ന് മനുഷ്യ സ്ത്രീകളോടുള്ള സംഗമത്തിലുണ്ടായ മനുഷ്യനുമല്ല ദൂതന്മാരുമല്ലാത്തൊരു പ്രത്യേക ഒരു ജനതയെ ഉണ്ടായപ്പോൾ ദൈവസൃഷ്ടിക്ക് വിരുദ്ധമായതുകൊണ്ടാണ് അവരെ നശിപ്പിച്ചു കളഞ്ഞത്. അന്ന് അവർ മരിച്ചപ്പോൾ അവരുടെ ആത്മാക്കളെ ദൈവം പാതാളത്തിൽ വിട്ടില്ല. അവരെ അലഞ്ഞു തിരിഞ്ഞവരാണ് ഭൂതാത്മാക്കളായി മാറിയത്. അപ്പോൾ ഭൂതാത്മാക്കളുണ്ടായി. അന്ന് മുതലാണ് ഭൂതാത്മാക്കൾ, അവരാണ് അവരുടെ രൂപത്തിലും ഭാവത്തിലുള്ളവരുടെ പ്രതിമകളൊക്കെ സൃഷ്ടിച്ചു വയ്ക്കുന്നത്. ഞാനിതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു വന്നത്, ഇതേക്കുറിച്ചുള്ള പഠനം നേരെ നടത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ അറിയാൻ വേണ്ടി ഇന്ന് രാത്രി പറഞ്ഞതാണ്. ഇവരെ ഒരു കൂട്ടം അന്ന് ആദ്യമായി സാത്താന്റെ വശീകരണത്തിൽപ്പെട്ടു പോകുന്നത് പ്രഭാത നക്ഷത്രങ്ങളല്ല, ദൂതന്മാർ, ദൈവപുത്രന്മാരായിരുന്ന മനുഷ്യ സദസ്യരുള്ളായിരുന്ന അവരാണ് തെറ്റിപ്പോയത്. അവരിൽ ഒരു കൂട്ടരാണ് ഇവിടെ വന്ന് പാപം ചെയ്തത്. അവരെ പാപം ചെയ്തവരെ അന്ധത ചങ്ങലക്കിട്ടു. പിന്നീട്
ഈ ഈ ആകാശഭൂമിയുടെ സിസ്റ്റത്തെ ദൈവം മാറ്റിക്കഴിഞ്ഞപ്പോൾ മനുഷ്യ ആയുസ് ദൈവം കുറച്ചു. സ്ത്രീയുടെ ആരോഗ്യം മറ്റുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്ക് മാറ്റം വന്നു. അതുകൊണ്ട് പിന്നീട് അങ്ങനെ സംഭവം നടക്കത്തില്ല. ഇപ്പോഴും സ്വർഗത്തിൽ പരദീസിൽ നിന്ന് വശീകരിക്കപ്പെട്ട് സാത്താന്റെ കൂട്ടത്തിൽ കൂടുന്ന ദൈവപൗത്രന്മാരുടെ എണ്ണത്തിൽപ്പെടുന്നവരുണ്ട്. അവരെ ദൈവം ചങ്ങല കിട്ടുന്നില്ല. അവരാണ് ദുഷ്ടാത്മസേനയായി ആകാശത്തിൽ നിലകൊള്ളുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ലോകത്തിന്റെ അന്ധകാരാധിപതികളോടും ദുഷ്ടാത്മ സേനയോടും അത്രേ. ദുഷ്ടാത്മ സേനയിൽ ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്നഥവാ ഭൂമിയിൽ വ്യാപരിക്കുന്ന ഭൂതാത്മാക്കളുണ്ട്. എന്നാൽ ആകാശമണ്ഡലത്തിൽ അനുസരണക്കേടിന്റെ ആത്മാവിനാൽ വശീകരിക്കപ്പെട്ട് ഇപ്പോഴും ചിലര് സാത്താന്റെ പക്ഷം ചേരുന്നുണ്ട്. അവരാണ് ദുഷ്ടാത്മസേനയായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഈ കർത്താവിൻ്റെ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന സംഭവമായിരിക്കുന്ന മാനവവംശത്തിൽ നിന്ന് സ്വർഗാസുഖത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ഗണത്തിന്റെ ആദ്യത്തെ പ്രഥമ സംഘം ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ, ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ സാത്താനും അവന്റെ കൂട്ടരും അവിടുന്ന് താഴേക്ക് വീഴും. ഒന്നുകൂടെ ഞാൻ പറയാം. പർദീസവാസികളിലെ പ്രഭാത നക്ഷത്രങ്ങളിൽ ആരും ഇതുവരെ തെറ്റിപ്പോയിട്ടില്ല. എന്നാൽ ഈ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയോട് അടുക്കുമ്പോൾ സാത്താൻ അവന്റെ വശീകരണ ശക്തി ഉപയോഗിച്ച് ആകാശത്തിലെ പ്രഭാത നക്ഷത്രങ്ങളിൽ അപ്പോൾ 1/3 വശീകരിച്ച് അവൻ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് തള്ളിക്കളയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വെളിപ്പാട് പറഞ്ഞിരിക്കുന്നതിന്റെ ഭാഗം അതാണ്. ആകാശത്തെ നക്ഷത്രങ്ങൾ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് തള്ളിക്കളയും. ഇപ്പൊ മനസ്സിലായല്ലോ. പർദീസ 2 കൂട്ടരുണ്ട്. അതിൽ ഒരു ദേവന്മാർ കൂട്ടത്തിൽപ്പെടുന്നവരുണ്ട്, ദൈവപുത്രന്മാർ എന്നറിയപ്പെടുന്നു. അവരുടെ പാപമുഖാന്തരമാണ് പുരാതന ലോകം നശിച്ചെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അവസാനമല്ല, ഇപ്പോഴത്തെ സിസ്റ്റത്തിന്റെ അവസാനം ഉണ്ടാകാൻ പോകുന്നത് പ്രഭാത നക്ഷത്രങ്ങളിൽ 1/3 വശീകരിക്കപ്പെട്ട് സാത്താന്റെ ഉപദേശത്തിൽ അവൻ വീണുപോയി 1/3 വലിച്ചുകൊണ്ട് താഴേക്കെറിയും. ഇവരാണ് ഭൂമിയിൽ വിന്യസിക്കപ്പെടുന്ന സാത്താന്റെ സേന. എന്തിനു വേണ്ടിയെന്നറിയാമോ? ദൈവത്തിന്റെ മണവാട്ടി സഭയാകുന്ന കുഞ്ഞാടിന്റെ മണവാട്ടി പുനരുത്ഥാനം പ്രാപിക്കുന്ന സമയത്ത് അവരുടെ പുനരുത്ഥാനം നടക്കാതിരിക്കാൻ വേണ്ടി അവൻ ഭൂമിയിലും ആകാശമണ്ഡലത്തിൽ അവന്റെ സൈന്യത്തെ വിന്യസിപ്പിക്കും. അപ്പോൾ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പ്രഭാത നക്ഷത്രങ്ങളാകുന്ന അതൊന്നും കാണാൻ കഴിയത്തില്ല. ആ ശക്തികൾ ഇവിടെ വലയം തീർത്തുകൊണ്ട് ദൈവസഭയുടെ എടുക്കപ്പെടലിനെതിരായി അവൻ നിൽക്കുമ്പോൾ മറുഭാഗത്ത് ആകാശത്തിൽ സാത്താൻ എന്ത് ചെയ്യും? അവൻ ഈ സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ സ്ത്രീ പ്രസവിക്കുമ്പോൾ ആൺകുട്ടിയെ തിന്നുകളയുക എന്നതിന്റെ അർത്ഥം വിഴുങ്ങിക്കളയുക, ഡിവോർ, തിന്നുകളയുക എന്ന് പറഞ്ഞാൽ അതിനെ വിഴുങ്ങിക്കളയാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇവിടെ 1 പത്രോസിന്റെ 5-8 വാക്യത്തിൽ പറയുന്നത്, പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് ചുറ്റി നടക്കുക ഇപ്പം ചെയ്യുന്നത്. ഓരോരുത്തരെ വിഴുങ്ങാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. വിശുദ്ധന്മാരെ വിഴുങ്ങാൻ വേണ്ടി നടക്കുന്നില്ല. ഇവരിങ്ങനെ സിംഹം പോലെ അലറി തിരിഞ്ഞുകൊണ്ട് നടക്കുക, ആരെ വിഴുങ്ങുന്നു നടക്കുക. എന്നാൽ അവന് മനസ്സിലാകും പുനരുത്ഥാനം രൂപാന്തരമുണ്ടായി ആൺകുട്ടി എടുക്കപ്പെടാൻ പോകുക. അതുകൊണ്ടാണ് അവിടെ വെച്ച് തിന്നുകളയാം എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തുന്നത്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം തടയാൻ വേണ്ടി ഒരു കല്ലറ അവന് മുദ്ര വയ്ക്കാൻ സാധിച്ചു. എന്നാൽ ഇന്നവനറിയാം നിരവധി കല്ലറകളുണ്ട്. ആരൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് അറിയത്തില്ല, എവിടെയൊക്കെയാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നത് അറിയത്തില്ല. അതെല്ലാം പോയി അവന് മുദ്ര വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ അവന്റെ സൈന്യത്തെ അന്ന് വശീകരിച്ച് ഇവിടെ കൊണ്ടുപോയാക്കും. ആകാശത്തിൽ അവൻ തിന്നുകളയാൻ വേണ്ടി നിൽക്കും. അവനറിയാം അതുകൊണ്ടാണ് അവൻ അപവാദം പറഞ്ഞു നടക്കുന്നത്. അവിടെയും പറയുന്നത് നിങ്ങളുടെ പുനരുത്ഥാനം ഉണ്ടാകത്തില്ല, നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപവാദം പറഞ്ഞു നടക്കുന്നുണ്ട്. ഭൂമിയിലും ചുറ്റി സഞ്ചരിച്ചിട്ട് അവസാനമായി ഈ സന്ദർഭമാകുന്ന സമയത്ത് കുഞ്ഞാടിന്റെ മണവാട്ടി സഭ പെട്ടെന്ന് എടുക്കപ്പെടേണ്ട സമയത്ത് സാത്താൻ അവിടെ നിലയുറപ്പിക്കുന്നതിനെയാണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. 1, സ്ത്രീ പ്രസവിക്കാൻ പോകുന്ന സന്ദർഭം. 2, ആ കുഞ്ഞിനെ തിന്നുകളയുക എന്നുള്ള ദൗത്യത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്ന സാത്താനും അവന്റെ സൈന്യവും. ഭൂമിയിൽ നിന്ന് പുനരുത്ഥാനം രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവിടെ വിന്യസിപ്പിക്കുന്ന
സാധാനിക ശക്തികളായി ആകാശത്തിലെ മൂന്നിലൊന്ന് പ്രഭാത നക്ഷത്രങ്ങൾ ആകുന്നത് ഇരുളായിത്തീർന്ന് ഈ ഭൂമി വിന്യസിക്കപ്പെടും. ഇതൊക്കെ സംഭവിക്കും പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ എത്ര വലിയ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. കർത്താവ് വരുമ്പോൾ സഭ എടുക്കപ്പെടുമെന്ന് മാത്രമല്ല നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നാൽ എടുക്കപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം മനസ്സിലായോ? എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇന്ന് സമയം പോയതുകൊണ്ട് ഞാൻ നിവർത്തുന്നു. നാളെ നമുക്ക് ദൈവം ചിന്തിക്കാം. ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ നിങ്ങൾ കുറിച്ചു വെച്ചുകൊള്ളുക, സ്വർഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് മീതെയുള്ള യെരൂശലേം ആ മൂന്നാമത്തെ സ്വർഗത്തിലുള്ള ആദിജാതന്മാരുടെ പ്രഥമ സംഘത്തെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി, അവരുടെ പുനരുത്ഥാനത്തിന് വേണ്ടി അവിടെ ആത്മാക്കൾ അതിവേഗത്തിൽ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി വന്ന് അവരവരുടെ ശരീരങ്ങളിൽ പ്രവേശിച്ച് അവർ തേജസ്സിന്റെ പുത്രന്മാരായി അവർ പുനരുത്ഥാനം പ്രാപിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരും ഈ ഭൂമിയിൽ അതുപോലെ ആ യോഗ്യത നിൽക്കുന്ന തികഞ്ഞ സ്നേഹമുള്ള സൂര്യതേജസ്സിലേക്ക് പങ്കെടുക്കുവാൻ യോഗ്യതയുള്ളവർ രൂപാന്തരപ്പെടും. ഒരുമിച്ച് ഒരാൺകുട്ടിയായി സ്വർഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. രാത്രിയിൽ ഞാനും നിങ്ങളും ആ സംഘത്തിൽപ്പെട്ടവരായിരിക്കണം. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആൺകുട്ടി ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നത്, അത് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ സംഭവിക്കുമ്പോൾ അതിനെ തടയാൻ വേണ്ടി മൂന്നിലൊന്ന് സാധാനിക പ്രഭാത നക്ഷത്രങ്ങളുടെ ശക്തിയോടെ വ്യാപരിക്കപ്പെടുമെങ്കിലും അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തകർക്കാൻ കഴിയത്തില്ല, പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ആകാശത്തിൽ വലവിരിച്ചു നിൽക്കുന്ന, സ്വർഗത്തിൽ വലവിരിച്ചു നിൽക്കുന്ന സാത്താനും അവന്റെ ദുഷ്ടദൂതന്മാർക്കും അവിടെ ഇവരെ തടയാൻ കഴിയത്തില്ല. ആ സമയത്താണ് മീഖായേലും സംഘവും യുദ്ധത്തിനായി ഇറങ്ങി വരുന്നത്. മധ്യാകാശം ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുകയാണ്. അതെ, ഭൂമിയിലേക്ക് സാത്താനും അവന്റെ ദൂതന്മാരും വീഴാൻ സമയമായി. ഞാൻ നിങ്ങൾ കാൽ ചവിട്ടിരിക്കുന്ന ഈ ഭൂമി വലിയൊരു മകൾ സംഭവം നടക്കാൻ പോവുകയാണ്. ഏറ്റവും വലിയ സംഭവം കർത്താവായ യേശു ക്രിസ്തു വന്ന് മരണത്തെ ജയിച്ചുയർത്തേറ്റ് സ്വർഗത്തിലേക്ക് പോയതാണ്. അതിനോടനുബന്ധമായി കഴിഞ്ഞ 2000 വർഷമായി പരിശുദ്ധമായി വ്യാപരിച്ചുകൊണ്ടിരുന്ന ദൈവസഭയെ ഒരുക്കിയെടുത്ത് ഈ മണ്ണിൽ നിന്ന് ഒരു കൂട്ടം വിശുദ്ധന്മാർ പ്രഥമ സംഘമായി തികവ് പ്രാപിച്ചവരായി അവരെ ഒരു ആൺകുട്ടിയായി പരിശുദ്ധാത്മാവ് പൊതിഞ്ഞ് ഉയരത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി തയ്യാർ ചെയ്യുമ്പോൾ രാത്രിയിൽ ആ സംഘത്തിൽപ്പെടുവാൻ വേണ്ടി ആർക്കെല്ലാം സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ? അന്നിവിടെ ഈ പ്രഭാത നക്ഷത്രങ്ങളാകുന്ന നിന്ന് വശീകരിക്കപ്പെട്ട് ഇരുളായിത്തീരുന്ന ശക്തിയിലൂടെ വ്യാപരിക്കും. അതേ ഭൂമിയിലേക്ക് ആ ശക്തി വരാൻ പോകുകയാണ്. അതുപോലെ അന്തരീക്ഷ മണ്ഡലത്തിൽ നിൽക്കുന്ന സ്വർഗത്തിൽ നിൽക്കുന്ന സാത്താനും കൂട്ടരും ഭൂമിയിലേക്ക് തള്ളപ്പെടും. ഈ ഭൂമി അതിന് ശേഷമുണ്ടാകാൻ പോകുന്നത് വലിയൊരു പോരാട്ട സ്ഥലമായി മാറും. എന്നാൽ അതിനു മുമ്പായി വേദന വരും മുമ്പ് അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്ന അതേ അധികാരം തന്റെ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. ഈ ആൺകുട്ടി സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളതാണ്. ക്രിസ്തു ആണ് അതിന് 2-ാം സംഘത്തിൽ പറയുന്നത്. അതുപോലെ നമ്മുടെ അധികാരം എൻ്റെ മണവാട്ടി സഭയ്ക്കാണ്. കർത്താവിന്റെ അധികാരം നൽകിയിട്ട് പോയി. എന്നാൽ നമുക്കിനി നൽകാനും പോകാൻ അവനോട് കൂടി രണ്ടാമത് വരാമെന്നുള്ള അധികാരത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ കുട്ടി പെട്ടെന്ന് എവിടേക്ക് എടുക്കപ്പെട്ടെന്നറിയാമോ? സ്വർഗത്തിലെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ സമയത്ത് നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ദൈവം വെച്ചാൽ നാളെ നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുടെ ഏകദേശമായിരിക്കുന്ന ഒരു വ്യാഖ്യാനം ഇന്ന് രാത്രിയിൽ ദൈവാത്മ തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഇത്രയും ചിന്തിച്ചപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ, കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഈ സംഭവം നടക്കാൻ പോകുക. ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഭൂമിയിൽ നടക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ കൊടുങ്കാറ്റോ വൻകാറ്റോ മഴകളോ യുദ്ധങ്ങളോ ന്യൂക്ലിയർ ബോംബോ ഒന്നുമല്ല. അതൊക്കെ അതിൻ്റെതായ ഭാഗത്ത് നടന്നോട്ടെ. എന്നാൽ നടക്കാൻ പോകുന്നത് ആ പർദീസയിൽ നിന്ന് പ്രഭാത നക്ഷത്രങ്ങളിൽ 3-1 ഇരുളായി ഈ ഭൂമിയിലേക്ക് വീഴും. ഇവിടുന്ന് സാത്താനും കൂട്ടരും പരാജയപ്പെട്ട് ഭൂമിയിലേക്ക് വീഴുമെന്നാൽ അതിനു മുമ്പായി കർത്താവിന്റെ മണവാട്ടി സഭ, ആദിജാതന്മാരുടെ സഭ ഒരാൺകുട്ടിയായി സ്വർഗത്തിന്റെ
സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. ആ ഗണത്തിൽ, ആ പ്രഥമ സംഘത്തിൽ പെടുവാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാ നമ്മെ ആഹ്വാനം ചെയ്യുക. ആർക്കെല്ലാം സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ ഇന്ന് രാത്രിയിൽ തലകളെ കുനിച്ച് ദൈവത്തോട് പറ, കർത്താവേ, അത് സംഭവിക്കുമ്പോൾ ഞാൻ ജീവനോടിരിക്കുകയാണെങ്കിൽ ആ ആൺകുട്ടിയിൽ പെടുന്ന ആയിത്തീരുവാൻ, പ്രഥമ സംഘത്തിൽ പെടുവാൻ, സ്വർഗത്തിന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുവാൻ എളിയവന് യാതൊരു യോഗ്യതയുമില്ല. വല്ലവിധേനയും സംഭവം എന്നെയും അതിനെ യോഗ്യനാക്കണമേ, എൻ്റെ കുടുംബത്തെ യോഗ്യനാക്കണമേ. എത്ര പേർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും? തീർച്ചയായും ബാക്കി ഭാഗം നമ്മൾ ചിന്തിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ മാർമികമായ വിഷയങ്ങളാണ്. അത് ആത്മീക വിഷയങ്ങളാണ്. ആ ആത്മീയ വിഷയങ്ങളെ ആത്മീകമായി മനസ്സിലാക്കി ആത്മീയൻ സകലത്തെ വിവേചിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം വിവേചിച്ചെടുക്കണം. മറ്റുള്ളവർ യുദ്ധങ്ങളുടെ പുറകെയും മറ്റു പലതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ദിവസങ്ങളിൽ ആത്മീയ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് കർത്താവ് അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ സമർപ്പിച്ചു കൊടുക്കാം. ദൈവം വെച്ചാൽ ബാക്കിയുള്ള ഭാഗം നാളെ ചിന്തിക്കാം. ഈ വിഷയം മനസ്സിലായെങ്കിൽ ഒരു സമർപ്പണത്തോടെ പറയാൻ, കർത്താവെ, ഞങ്ങളെ ചേർക്കുവാൻ വേണ്ടി അങ്ങ് ചെയ്യുന്ന എല്ലാ കാര്യപരിപാടികൾക്കായി സ്തോത്രം ചെയ്യാം. അത് ആകാശത്തിൻ്റെ ശക്തി അഥവാ പരദേശയിൽ നിന്ന് അനുസരണക്കേണ്ട ശക്തി ഈ ഭൂമിയിലേക്ക് അവനും അവൻ്റെ ദൂതന്മാരും തള്ളപ്പെടുമ്പോൾ ക്രിസ്തുവിൽ അനുസരണം പഠിച്ച് തികഞ്ഞ വിശുദ്ധന്മാർ, അനുസരണത്തിന്റെ പുത്രന്മാർ, തികഞ്ഞ അനുസരണം പ്രാപിച്ചവർ യേശു ക്രൂശിലെ മരണത്തോളം അനുസരണം തീർന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും വചനത്തിനനുസരിച്ച് ജീവിച്ച് ആ പ്രഥമ സംഘത്തിൽ ആൺകുട്ടിയായി എടുക്കപ്പെടുന്ന അതിൽ പെടുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബാക്കിയുള്ള ഭാഗം നാളെ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത എന്ത് സംഭവിക്കും, നമുക്ക് യുദ്ധത്തെക്കുറിച്ച് ദൈവം കർത്താവ് താമസിച്ചാൽ ചിന്തിക്കാം. നിങ്ങൾ കേട്ട വചനത്തിനായി ധ്യാനിക്കണം, ചിന്തിക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.